നമസ്കാരം. ഷിയാൻമിങ് അകത്തേക്ക് വന്ന് നീൽഗിരിയോട് കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ സിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും മുഖത്ത് എന്താണ് ഭാവമെന്ന് നമുക്ക് വിവേചിച്ചറിയാൻ പറ്റാത്ത ഒരു അവസരമാണ്. ശരിക്കും ഞെട്ടലാണോ, അമ്പരപ്പാണോ, അതോ ഭയമാണോ അവരുടെ മുഖത്തെന്ന് പറയാൻ പറ്റില്ല. സ്റ്റേജിൽ നിൽക്കുന്ന സിയുടെ അമ്മയും അതുപോലെ ആ ഗ്രാൻഡ് മദറും ഒക്കെ വല്ലാതെ അമ്പരം നിൽക്കുകയാണ്. ക്വീൻ കുടുംബത്തിലെ ഒരാളെയാണ് ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ക്വീൻ കുടുംബത്തിലെ ചേംബർലിൻ ആ ക്വീൻ കുടുംബത്തിന്റെ ശരിക്കും ഡയറക്റ്റ് അംഗം അല്ലെങ്കിലും അയാൾ ക്വീൻ കുടുംബത്തെ റെപ്രസെന്റ് ചെയ്ത് ആ ക്വീൻ കുടുംബത്തിലെ യങ് മാസ്റ്റർ സമ്മാനവുമായിട്ടാണ് ഇവിടെ സിയുടെ ബർത്ത്ഡേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങ് ജിയാങ്ങിൽ നിന്ന് ഇവിടെ ഈ റിവർ സിറ്റിയിലേക്ക് അയാൾ വന്നത് ആ സമ്മാനം കൊടുക്കാൻ തന്നെയാണ്. സമ്മാനം കൊടുക്കാൻ വന്ന അയാളെയാണ് അതേ വെന്യൂവിൽ വെച്ച് ഇത് ഷിയാൻമിങ് കൊലപ്പെടുത്തിയതോ നീൽഗിരി എന്ന യുവാവിന്റെ ആജ്ഞ അനുസരിച്ച്. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആളുകൾക്ക് വല്ലാത്തൊരു ഭയമുണ്ടായി. ആ ഭയം പെട്ടെന്ന് തന്നെ ആ എൻറ്റയർ സദസ്സിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് സംഘാടകരിലേക്കും പ്രതിഫലിക്കുകയാണ്. അതിവേഗമാണ് ഈ റൂട്ട് കുടുംബം സിയുടെ ബർത്ത്ഡേ പാർട്ടി അവസാനിപ്പിച്ചത്. പെട്ടെന്ന് എല്ലാവരെയും ഭക്ഷണം കഴിപ്പിച്ച് എണീപ്പിച്ച് അവിടുന്ന് എല്ലാവരും പറഞ്ഞു വിടാനുള്ള ഒരു തിടുക്കം റൂട്ട് കുടുംബത്തിനുണ്ടായി. ആളുകൾക്കും അതേ ഒരു മൈൻഡ് സെറ്റാണ്, എത്രയും പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിടണം. ചേംബർലിൻ കൊല്ലപ്പെട്ട കാര്യം ക്വീൻ കുടുംബം അറിയുന്ന ആ നിമിഷം അവിടുന്ന് ഒരു പടപ്പുറപ്പാടുണ്ടാവും. അത് താങ്ങാനുള്ള കപ്പാസിറ്റി എന്തായാലും അവർക്കാർക്കും ഇല്ല. തങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം ക്വീൻ കുടുംബം അറിഞ്ഞാൽ തങ്ങളെയും ആ വേട്ടയാടൽ ബാധിക്കുമെന്ന് മനസ്സിലായ ആളുകളൊക്കെ അതിവേഗം അവിടെ വാഹനങ്ങൾ കയറി സ്ഥലം വിടുകയാണ്. പെട്ടെന്നാണ് അവിടെ അങ്ങ് വിജനമായത്. നീല് ഈ കാര്യമൊന്നും ശ്രദ്ധിക്കാതെ സോനയുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് സോനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോനയോട് നീല് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീലിനെ സിയുടെ അമ്മ അവിടെ അടുത്തേക്ക് വിളിപ്പിച്ചു. സിയുടെ അമ്മ വിളിച്ചപ്പോൾ അവിടെ അടുത്തേക്ക് നടന്ന നീലിനെ ഒന്ന് നോക്കിയിട്ട് അവര് നീലിനോട് പറഞ്ഞു, നീൽ എൻ്റെ കൂടെ വാ. നീലിനെയും കൊണ്ട് അവര് പോയത് ഒരു രഹസ്യ മുറിയിലേക്കാണ്. മറ്റാളുകളുടെ ആരുടെയും ശ്രദ്ധയപ്പെടാത്ത ആ മുറിയിലെത്തിയതും അവര് വാതിലടച്ചിട്ട് നീലിനോട് പറഞ്ഞു, നീൽ എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയണം. നീൽ, നീ സിയുമായിട്ട് അടുപ്പത്തിലാണെന്ന് എനിക്കറിയാം. സിക്ക് നിന്നോടും അടുപ്പമുണ്ട്. നീൽ, ഞങ്ങളുടെ ഈ റൂട്ട് കുടുംബം ബിസിനസ്സിൽ നമ്പർ 1 ആണ്. പാരമ്പര്യ സ്വത്തിലും ബന്ധങ്ങളിലും ഒക്കെ ഞങ്ങൾക്ക് സമാനരായി ആരുമില്ലെന്ന് പറയാം. പക്ഷേ ശക്തി ഞങ്ങൾക്ക് കുറവാണ്. ആ ശക്തി കൂടി ഉണ്ടെങ്കിലേ ഈ കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങളുടെ റൂട്ട് കുടുംബത്തിന് ശക്തി കിട്ടാൻ വേണ്ടിയാ ഞങ്ങൾ സിയെ ഏതെങ്കിലും മാർഷൽ ആർട്സ് കുടുംബത്തിലെ ഒരു അംഗത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചത്. ഞങ്ങൾ അതിനുവേണ്ടി ഒരുപാട് മാർഷൽ ആർട്സ് കുടുംബങ്ങളെ പരിഗണിച്ചിരുന്നു. അപ്പോഴാണ് ഈ ക്വീൻ കുടുംബം പ്രപ്പോസലുമായി ഇങ്ങോട്ട് വന്നത്. നീൽ, നിനക്ക് അറിയുമോന്നറിയില്ല, ഈ ജിയാങ് പ്രൊവിൻസിലെ നമ്പർ 1 മാർഷൽ ആർട്സ് കുടുംബമാണ് ക്വീൻ കുടുംബം. അവരുടെ പ്രപ്പോസൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്കത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് തോന്നിയത്. സിയെ ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിക്കുന്നതോടുകൂടി ഞങ്ങൾക്ക് പിന്നീട് ഒന്നും ഭയക്കേണ്ടതില്ല. കാര്യങ്ങൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് സിയ നിന്നെ കാണുന്നത്. നീൽ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നിനക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നീൽ, നീ എത്രയും പെട്ടെന്ന് സിയുടെ ലൈഫിൽ നിന്ന് പിന്മാറണം. അത് കേട്ടതും നീൽ മിസ്സസ് റൂട്ടിനോട് പറഞ്ഞു, മാഡം, ഞാൻ സിയോട് അങ്ങോട്ട് കയറി അടുപ്പം കാണിച്ചു എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇനി സി ഞാൻ തമ്മിൽ അടുപ്പത്തിലാണെന്ന് വെക്കുക. ആ അടുപ്പം ആരെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീൽ, എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നത് സത്യമാണ്. നീ ശരിക്കും ശക്തനാണ്, അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ നീൽ, എതിരാളി ക്വീൻ കുടുംബമാണ്. അത് കേട്ടത് നീൽ ചോദിച്ചു, ഈ ക്വീൻ കുടുംബം അത്രയ്ക്ക് ശക്തരാണ്? നീൽ, അവര് അതിശക്തരാണ്. ഞാൻ നിന്നെ ഇവിടേക്ക് ഇപ്പൊ വിളിപ്പിച്ചത് തന്നെ ആ കാര്യം പറയാൻ വേണ്ടിയാണ്. നീൽ, ഇപ്പൊ തന്നെ നീ ഈ റിവർ സിറ്റി വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണം, അല്ലെങ്കിൽ ഉറപ്പായും അവരിതിനെ അവസാനിപ്പിക്കും. നീൽ, നിന്നെ ഞാൻ സഹായിക്കാം. ഞാനൊരു വിമാനം ചാർട്ടർ ചെയ്ത് തരാം. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നീ പൊയ്ക്കോ. പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയതിന് ശേഷം നീ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇപ്പൊ ഇവിടെ നിന്നാൽ ഉറപ്പായും അവരിതിനെ തേടി പിടിച്ച് കൊലപ്പെടുത്തും. അത് കേട്ടപ്പോൾ നീലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. ശരിക്കും അത് കേൾക്കുമ്പോൾ നീലിന്റെ മുഖത്തൊരു ഭയം വരേണ്ടതാണ്. പക്ഷെ അതിനു പകരം നീലിന്റെ മുഖത്ത് വിരിഞ്ഞത് ഒരു പുഞ്ചിരിയാണ്. ചിരിച്ചുകൊണ്ട് നീല് സിയുടെ അമ്മയോട് പറഞ്ഞു, എന്തായാലും ഞാൻ ഇവിടുന്ന് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് എന്നെ പറഞ്ഞു വിടാൻ കപ്പാസിറ്റി ഉള്ള ഒരു കുടുംബം ഉണ്ടെങ്കിൽ അത് എനിക്കൊന്ന് കാണണമല്ലോ. പിന്നെ
എന്നെ ശല്യം ചെയ്യാനാണ് അവര് ശ്രമിക്കുന്നതെങ്കിൽ അവരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ഞാൻ മടിക്കത്തുമില്ല. അങ്ങനെ പറഞ്ഞ് വാതിൽ തുറന്ന് നീലങ്ങ് പുറത്തേക്ക് ഇറങ്ങി. നീല് അവസാനം പറഞ്ഞ ആ വാചകം അത് സിയുടെ അമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രകമ്പനമാണ് ഉണ്ടാക്കിയത്. ക്വീൻ കുടുംബം ഒരു പ്രശ്നമാണെന്ന് തോന്നിയാൽ ആ ക്വീൻ കുടുംബത്തെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ താൻ മടിക്കില്ല എന്നാണ് നീല് പറഞ്ഞത്. ക്വീൻ കുടുംബം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നീല് അത് പറഞ്ഞത്. ക്വീൻ കുടുംബത്തിന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞാൽ നീല് ഈ റിവർ സിറ്റി അല്ല, ഈ രാജ്യം തന്നെ വിട്ടുപോകും. സിയുടെ അമ്മയ്ക്ക് ക്വീൻ കുടുംബത്തെ കുറിച്ച് അറിയാം. അവർ ജനിച്ചു വളർന്ന ഈ ജിയാങ് പ്രൊവിൻസിനകത്ത് ക്വീൻ കുടുംബം എന്താണെന്ന് അവര് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. നീല് പറഞ്ഞിട്ട് പോയിരിക്കുന്ന വാചകം അതാണ്. നീലിന്റെ ചരിത്രം അറിയാൻ സിയുടെ അമ്മ ഈ ദിവസങ്ങളിൽ ഒരു ശ്രമം നടത്തിയിരുന്നു. അവർ കാര്യമായിട്ട് തന്നെ ആ ചരിത്രം പഠിക്കുകയും ചെയ്തു. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ക്ലൗഡ് ലേക്ക് മാനറിലുണ്ടായ സംഭവം അവര് നന്നായി പഠിച്ച വിഷയമാണ്. ഗ്രീവ്സ് കുടുംബത്തിലെ ആർതർ ഗ്രീം, അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകൻ നീൽ ഗ്രീം അവിടെ വെച്ച് കൊല്ലപ്പെട്ടു എന്നാണ് എല്ലാവരും കരുതിയത്. ഇപ്പൊ ഇതാ 8 കൊല്ലങ്ങൾക്ക് ശേഷം നീൽ ഗ്രീം തിരികെ തിരിക്കുകയാണ്. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് അവനെ ആളുകൾ സംബോധന ചെയ്തത് യൂസ്ലെസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ അവൻ യൂസ്ലെസ് ഒന്നുമല്ല, അതിശക്തനാണ്. ശരിക്കും ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന കരുത്തും അതുപോലെ സ്കില്ലും അവനുണ്ട്. പക്ഷെ അവനെ എതിരിടുന്നത് ക്വീൻ കുടുംബത്തെയാണ്. അതാണ് ശരിക്കും സിയ റൂട്ടിന്റെ അമ്മയെ വല്ലാതെ ആശങ്കയിലാക്കുന്നത്. അവൾക്ക് നീൽ ഗ്രീയുടെ അവസ്ഥയല്ല ആശങ്കയാവുന്നത്, നീലും സിയും തമ്മിലുള്ള ബന്ധമാണ് അവരെ ഭയപ്പെടുത്തുന്നത്. സിയയ്ക്ക് നീലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഈ ക്വീൻ കുടുംബം അറിഞ്ഞാൽ അത് വലിയ വിഷയമാകും. അവരങ്ങനെ ആലോചിക്കുമ്പോഴേക്കും നീല് പുറത്ത് കാത്തിരിക്കുന്ന സോനയുടെ അടുത്തെത്തി. അവർ രണ്ടുപേരും കൂടി കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നീൽ ശരിക്കും ഗൗരവത്തിൽ ഇരിക്കുന്നാണ്ട സോന നീലിനോട് ചോദിച്ചു, ഏയ് നീൽ, എന്താ ഇത്ര ഗൗരവം? വിട്ടേക്ക്, അവിടെ നടന്നു കഴിഞ്ഞു. സിയുടെ ബർത്ത്ഡേയിൽ ആ ക്വീൻ കുടുംബത്തിലെ ചേംബർലിൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സോനയെ അവിടെ ഉണ്ട്. ചേംബർലിനും നീലും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റ് നടക്കുന്നത് സോന കാണുകയും ചെയ്തതാണ്. ചേംബർലിനെ ഷിയാൻമെങ് അവസാനിപ്പിച്ച കഥയും അവക്കറിയാം. ഈ ഷിയാൻമെങ് കുടുംബത്തിലെ വലിയ സംഭവമാണ്, അതാണ് ഇതാണെന്നുള്ള കാര്യമൊന്നും സോനയ്ക്ക് വലിയ അറിവുള്ളതല്ല. സോന ഈ മാർഷൽ ആർട്സ് മേഖലയിൽ അധികം ശ്രദ്ധ കൊടുക്കാത്ത കക്ഷിയാണ്. അവൾ പൂർണ്ണമായി ബിസിനസ് മേഖലയാണ് ശ്രദ്ധിക്കുന്നത്. കുടുംബമൊന്നും അതുപോലെ ക്വീൻ കുടുംബമൊക്കെ അവൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഈ റാങ്കിങ്ങിൽ മെച്ചപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെന്നൊക്കെ അവൾക്കറിയാം. പക്ഷെ അതിന്റെ ബാക്കി കാര്യങ്ങൾ അത് സോനയുടെ വിഷയമല്ലാത്തതുകൊണ്ട് സോന ശ്രദ്ധിച്ചിരുന്നില്ല. സോന പല കാര്യങ്ങളും പറഞ്ഞിട്ടും നീല് അതൊക്കെ ഒരു വാക്കിലൊക്കെ മറുപടി പറഞ്ഞ് കളയുമ്പോൾ സോന നീലിനോട് ചോദിച്ചു, ഏയ് നീൽ, ഒരു സുന്ദരി ഇത്രയൊക്കെ ചോദിച്ചിട്ടും നീ എന്താ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവള് നീലിന്റെ വയറിൽ വിരൽ വെച്ചൊന്ന് ഇളക്കി. ശരിക്കും നീലിനെ ഇക്കിളിയാക്കാനുള്ള ഒരു ശ്രമമാണ് സോന നടത്തിയത്. സോന പെട്ടെന്ന് തന്റെ വയറിൽ എങ്ങനെ ഇക്കിളിയാക്കിയപ്പോ നീല് ഒന്നയഞ്ഞു. സ്വാഭാവികമായിട്ട് അവന്റെ മനസ്സിൽ കയറിക്കൂടിയ ആ ദേഷ്യവും അവിടെ അങ്ങ് പോയി. ക്വീൻ കുടുംബം തന്നെ നോട്ടമിടുന്നുവെന്ന് സിയുടെ അമ്മ പറഞ്ഞത് നീലിന്റെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നീലിന്റെ ടാർഗറ്റ് യഥാർത്ഥത്തിൽ ഇവരാരുമല്ല. നീല് ടാർഗറ്റ് ചെയ്യുന്നത് മിസ്റ്റർ ലോങ് എന്നുള്ള ആ ക്യാപിറ്റൽ സിറ്റിയിലെ വ്യക്തിയാണ്. അയാളെ എതിരിടാനുള്ള ശക്തി നേടുക, അത് മാത്രമാണ് നീലിന്റെ ടാർഗറ്റ്. അയാളെ നേരിടാനുള്ള ശക്തി ഈ റിവർ സിറ്റിയിൽ വെച്ച് തന്നെ നേടണം. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നീലിന്റെ ടാർഗറ്റ്. അതിനിടയിലാണ് ആവശ്യമില്ലാത്ത കക്ഷികളൊക്കെ കയറി വരുന്നത്. ആവശ്യമില്ലാത്ത കക്ഷി തന്നെ വഴിമുടക്കാനായി കയറി വന്നാൽ അവരെ ഒഴിവാക്കാൻ താൻ പഠിക്കില്ല എന്ന് നീല് മനസ്സിൽ ഏതാണ്ട് തീരുമാനം എടുക്കുമ്പോഴാണ് സിയ നീലിനെ ഇക്കിളിയാക്കുന്നത്. എന്തായാലും ആ നിമിഷം മുതൽ അന്തരീക്ഷം ഒന്ന് ലഘുവായി. അവർ രണ്ടും തോംസൺ റെസിഡൻസിൽ മടങ്ങിയെത്തി. അവിടെ തോംസൺ റെസിഡൻസിൽ സോഫയിൽ അടുത്തടുത്തിരിക്കുമ്പോൾ സോന നീലിനോട് ചോദിച്ചു, നീൽ, ഞാന് ഒരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായ ഉത്തരം പറയൂ. ഹേയ് സോന, നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? നിന്നോട് എപ്പോഴെങ്കിലും ഞാൻ കളവ് പറഞ്ഞിട്ടുണ്ടോ? ഏയ് അതില്ല. എന്നാലും നീ ശരിയായ ഉത്തരം പറയൂന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് നീലിന്റെ അടുത്തിരുന്ന സോന പെട്ടെന്ന് നീലിന്റെ അടുത്തേക്ക് ചാഞ്ഞ് അവന്റെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചു. ശരിക്കും ഒരു ഗാഢമായ ചുംബനം. തികച്ചും അപ്രതീക്ഷിതമായി സോന നീലിന്റെ ചുണ്ടുകളിൽ അവളുടെ ചുണ്ടമർത്തി അവനെ ചുംബിച്ചപ്പോ നീലാകെ അമ്പരന്ന് പോയെന്ന് പറയാം. ശരിക്കും നീലങ്ങ് സ്തംഭിച്ചു പോയെന്ന് പറയാം. അവന്റെ ചുണ്ടിൽ നിന്ന് ചുണ്ടെടുത്ത സോന നീലിനോട് ചോദിച്ചു, നീൽ, ഇനി പറ, ഞാൻ നിന്നെ ഇപ്പോ ചുംബിച്ചപ്പോഴാണോ അതോ ആ സ്റ്റേജിൽ വെച്ച് സിയ നിന്നെ ചുംബിച്ചപ്പോഴാണോ നിനക്ക് കൂടുതൽ സന്തോഷം തോന്നിയത്? ശരിക്കും കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് സോന ഇപ്പോ നീലിനോട് ചോദിക്കുന്നത്. സകല ആളുകളെയും കണ്ടുകൊണ്ട് നിൽക്കെ സിയ പരസ്യമായി നീലിനെ ചുംബിച്ചിരുന്നു. ആ ചുംബനം ഏറ്റുവാങ്ങിയ നീലിനെ നിർനിമേഷയായി നോക്കിയിരുന്ന സോന
നീലിനോട് ചോദിക്കാനായി മനസ്സിൽ താലോചിക്കുന്ന ചോദ്യമാണ് അവളിപ്പോ ഇതാ ചോദിക്കുന്നത്. സ്ത്രീകൾക്ക് അവരെക്കാൾ സുന്ദരിയാണ് വേറൊരു സ്ത്രീ എന്ന് പറയുന്നത് കേൾക്കുന്നതേ വിരോധമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു പുരുഷൻ പറയുന്നത്. അതിനെക്കുറിച്ച് നീല് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് നീല് സോനയോട് പറഞ്ഞു, സോന, അത് ചോദിക്കാനിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് നിന്റെ ഈ ചുംബനമാണ്. അത് കേട്ടതും സോന അങ്ങ് പൊട്ടിച്ചിരിച്ചു. ഏയ് നീൽ, എനിക്കിഷ്ടമായി. എനിക്കറിയാമായിരുന്നു നീ ഈ മറുപടി പറയുമെന്ന്. നോക്ക് നീൽ, സിയ നിന്നെ ചുംബിച്ചപ്പോ നിന്റെ മുഖത്തേക്ക് രക്തം ഇരച്ച് കയറിയത് ഞാൻ കണ്ടായിരുന്നു. നീ ആകെ അങ്ങ് സുഖിച്ചു നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആളുകളൊക്കെ നിങ്ങൾ രണ്ടുപേരും നോക്കി നിന്നപ്പോ ഞാൻ മനസ്സിൽ തീരുമാനിച്ചതാണ് ഈ ചോദ്യം നിന്നോട് ചോദിക്കണമെന്ന്. ഇപ്പൊ എനിക്ക് ഉത്തരം കിട്ടി. എന്തായാലും നീലിന്റെ ആ മറുപടി സോനയെ സന്തോഷിപ്പിച്ചു എന്നുള്ളത് അവളുടെ ആ വാക്കുകൾ പ്രതിഫലിക്കുകയാണ്. നീൽ, ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം, പക്ഷെ നീയും എന്നോട് രഹസ്യം പറയണം. ആരോടും പറയാത്ത രഹസ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നീയും അതുപോലെ ആരോടും പറയാത്ത രഹസ്യം എന്നോട് പറയില്ലേ? എനിക്കറിയാം നിന്റെ കയ്യിൽ ഒരുപാട് രഹസ്യമുണ്ടെന്ന്. അങ്ങനെ സോന പറഞ്ഞപ്പോ നീല് സമ്മതിച്ചു. ഓക്കെ, നീ ആരോടും പറയാത്ത രഹസ്യം എന്നോട് പറയുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയാം. ഇതുവരെ ഞാൻ ആരോടും പറയാത്ത ഒരു രഹസ്യം. സോന, നീ പറ. നീൽ, അതിപ്പോ വേണ്ട, രാത്രി നമുക്ക് പറയാം. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. സോന ഫ്രഷ് ആവാനായിട്ട് അവളുടെ മുറിയിലേക്ക് പോയി. നീല് അവന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ നീല് ആലോചിക്കുന്നതും ആ കാര്യമാണ്. എന്ത് രഹസ്യമായിരിക്കും അവള് തന്നോട് പറയാൻ പോകുന്നത്? നീല് വാഷ്റൂമിൽ കയറി ഒന്ന് കുളിച്ച് വൃത്തിയായി നൈറ്റ് ഡ്രസ്സൊക്കെ അണിഞ്ഞ് അവിടെ ആ കട്ടിലിൽ അങ്ങനെ കിടക്കുകയാണ്. സോന പറയാന്ന് പറഞ്ഞ രഹസ്യം അവള് എപ്പോഴായിരിക്കും പറയുക? അങ്ങനെ ആലോചിച്ചുകൊണ്ട് നീല അവിടെ കിടക്കുമ്പോൾ ആ മുറിയിലേക്ക് ഒരു ഗൗൺ അണിഞ്ഞ് സോന കടന്നു വന്നു. ആ മുറിയിലേക്ക് കിടന്ന സോന ആ മുറിയിലെ കത്തി നിന്ന ലൈറ്റ് അണച്ചിട്ട് ഒരു ചെറിയ പ്രകാശമുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ. നീല കൗതുകത്തോടെ സോന നോക്കുമ്പോൾ സോന നീലിന്റെ അടുത്ത് ബെഡിൽ വന്നിരുന്നിട്ട് ആ ഷീറ്റിനകത്തേക്ക് അങ്ങ് നുഴഞ്ഞു കയറി. സോനയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ ഒരു ഭയമുണ്ട്. അതുകൊണ്ടാണ് അവൾ വീണ്ടും തന്റെ അടുത്തേക്ക് നുഴഞ്ഞു കയറിയത്. അത് മനസ്സിലാക്കി നീല് ചിരിച്ചുകൊണ്ട് അവക്ക് കിടക്കാനുള്ള സ്ഥലം കൊടുത്തു. പക്ഷെ ഇപ്രാവശ്യം നീലിന്റെ അടുത്തേക്ക് നുഴഞ്ഞു കയറിയ സോന നീലിന്റെ നെഞ്ചിലേക്ക് തലവെച്ചു. നീലിന്റെ നെഞ്ചിൽ തലവെച്ച സോന ഇപ്പോ നീലിനെ നോക്കി കിടക്കുകയാണ്. നീൽ, ഞാൻ ആ രഹസ്യം പറയട്ടെ. നേരത്തെ നീലിനോട് പറയാമെന്ന് അവൾ പറഞ്ഞ ആ രഹസ്യം അവൾ ഇതാ പറയാൻ പോവുകയാണ്. ഹേയ് സോന, മുഖവരിയുടെ ആവശ്യമില്ലല്ലോ, നീ പറഞ്ഞു. നീൽ, നമ്മള് സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടം നിനക്ക് ഓർമ്മയുണ്ടല്ലോ? സോന, അതെങ്ങനെയാ മറക്കുക? നീൽ, സ്കൂളിൽ പഠിക്കുമ്പോൾ ശരിക്കും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സത്യത്തിൽ അത് എനിക്ക് നിന്നോട് തോന്നിയ പ്രണയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിന്നെ കാണാതായ ആ ദിവസം മുതലാണ്. നിന്നെ കാണാതായ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ എന്തുമാത്രം കരഞ്ഞു എന്നറിയാവോ? ശരിക്കും കരഞ്ഞ് തളർന്ന ഞാൻ എവിടുന്നോ ശക്തി സംഭരിച്ചാണ് അന്ന് ആശുപത്രിയിലെത്തി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. നിന്റെ അച്ഛനും അമ്മയ്ക്കൊപ്പം നീയും മരിച്ചു എന്നാണ് അന്ന് ഞാൻ കരുതിയത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ശവക്കല്ലറകൾ സ്ഥാപിച്ച് അവിടെ നിങ്ങൾക്ക് അന്ത്യവിശ്രമം ഒരുക്കിയതിന് ശേഷം മടങ്ങി വരുമ്പോൾ എൻ്റെ കണ്ണുനീർ നിലയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ എത്രയെങ്കിലും ദിവസം കരഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞിരുന്നു, നീ മടങ്ങി വരികയാണെങ്കിൽ ഉറപ്പായും നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെക്കുമെന്ന്. നീൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം നീ തിരിച്ചു വന്നപ്പോഴാണ്. നിന്നെ ആ മാഗ്നിഫിഷൻ ഗ്രൂപ്പിന്റെ മുന്നിൽ വെച്ച് കണ്ട ആ നിമിഷം എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് നീൽ ഗ്രീ ആണെന്നുള്ള കാര്യം സമ്മതിക്കാത്തതുകൊണ്ട് എനിക്കൊരു വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ രണ്ടും ഒരുമിച്ച് താമസിച്ചപ്പോൾ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയായിരുന്നു. നീ നീൽ ഗ്രീ ആണെന്ന് അറിയാതെയാണ് യഥാർത്ഥത്തിൽ ആ ഇഷ്ടം കൂടി വന്നത്. നീ എന്റെ നീൽ തന്നെയാണെന്ന് സമ്മതിച്ച ദിവസം ഉണ്ടല്ലോ നീൽ, എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം അതായിരുന്നു. നീൽ, ഇപ്പൊ എനിക്കൊരു ഭയമുണ്ട്. അത് കേട്ടതും നീല് സോനോട് ചോദിച്ചു. സോന, അത് നീല് അങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോ അവള് കൈകൊണ്ട് നീലിന്റെ വാവൊന്ന് അടച്ചു പിടിച്ചു. നീൽ, ഞാൻ പറയട്ടെ. ഇടയ്ക്ക് കയറി സംസാരിക്കേണ്ട എന്നാണ് അവളുടെ ആ ആക്ഷന്റെ അർത്ഥം. അവള് നീലിനോട് പറഞ്ഞു, നീൽ, നീ ശക്തി നേടുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നീ സമ്പത്തുണ്ടാക്കുന്നു, ബിസിനസ് ബിൽഡ് ചെയ്യുന്നു, അതോടൊപ്പം ശക്തനുമാവുകയാണ്. പക്ഷെ അങ്ങനെ നീ ശക്തനായി മാറുമ്പോൾ നിന്റെ അടുത്തേക്ക് വരുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. എന്നെക്കാൾ അറിവുള്ള, സമ്പത്തുള്ള, സൗന്ദര്യമുള്ള, ശക്തരായ ഒരുപാട് ആളുകളാണ് നിന്റെ അടുത്തേക്ക് വരുന്നത്. അവരുമായി എന്നെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. അവരുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ല. എൻ്റെ ഭയം അതാണ്. നീൽ, അവരൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ എന്നെ മറക്കുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. അവളുടെ മനസ്സിലെ സങ്കടം ആ വാക്കുകളിലൂടെ ഉന്നയിച്ചതും നീല് സോനയോട് പറഞ്ഞു, സോന, ഈ ഭൂമിയിൽ ഒരുപാട് സുന്ദരികളുണ്ട്. പല സുന്ദരികളും പല സാഹചര്യത്തിലും ഞാനുമായി അടുപ്പത്തിലാവുകയും ചെയ്യും.
പക്ഷേ സോന, എന്റെ ഹൃദയത്തിൽ നിനക്കുള്ള സ്ഥാനം അത് അപഹരിക്കാൻ ഒരാൾക്കും പറ്റില്ല. സോനയോട് നീൽ അങ്ങനെ പറഞ്ഞപ്പോൾ സോനയുടെ കണ്ണുകൾ അങ്ങ് നിറഞ്ഞു. അവള് കേൾക്കാൻ ആഗ്രഹിച്ച ഒരു മറുപടിയാണ് നീലിന്റെ ഭാഗത്തുണ്ടായത്. സോനയേക്കാൾ ഒരുപാട് മുകളിൽ നിൽക്കും സിയ. സിയയുടെ സമൂഹത്തിലെ നില അതൊന്നും സോനയ്ക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല. സോന ഈ ചെറിയ റിവർ സിറ്റിയിലെ ഒരു ചെറിയ കുടുംബത്തിലെ ഒരു ചെറിയ വ്യക്തി മാത്രമാണ്. സിയ ഈ എൻറ്റയർ സ്റ്റേറ്റിലെയും അതിശക്തയായ സിയ റൂട്ടാണ്. ആ സിയ റൂട്ടിന് മുന്നിൽ അവൾ ഒന്നുമല്ല. ഇതിനിടയിൽ വേറെ ഒരുപാട് സ്ത്രീകൾ നീലിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നത് സോനയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ സോനയുമായി കമ്പയർ ചെയ്യുമ്പോൾ സൗന്ദര്യത്തിൽ ലേശം പിന്നോക്കം തോന്നിയാലും ആരും മോശമൊന്നുമല്ല. അവരെല്ലാവരും സോനയേക്കാൾ പല തലത്തിലും മറ്റു മേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ്. അതെല്ലാം മനസ്സിലുള്ളത് കൊണ്ടാണ് സോന അവളുടെ സങ്കടം, അവളുടെ വിഷമമൊക്കെ നീലിന് മുന്നിൽ അവതരിപ്പിച്ചത്. അവര് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോണ് റിങ് ചെയ്തത്. ഫോൺ എടുത്ത സോന നീലിനോട് പറഞ്ഞു, നീൽ, പ്രസിഡന്റ് ഷെൻഹാരിയ വിളിക്കുന്നത്. ഏതാനും സെക്കൻഡ് നേരം ആ ഫോൺ അറ്റൻഡ് ചെയ്ത സോന ഫോൺ കട്ട് ചെയ്തിട്ട് നീലിനോട് പറഞ്ഞു, നീൽ വേഗം റെഡിയാവും, ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ പറഞ്ഞ് ആ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങിയ സോന അവളുടെ ബെഡ്റൂമിലേക്ക് ഓടി അതിവേഗം ഡ്രസ് ചെയ്യണം. എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ സോന ഓടിയത്. അതുകൊണ്ട് തന്നെ നീല് വേഗം റെഡിയായി. നീല് റെഡിയായി പുറത്തു വരുമ്പോൾ സോന അതിവേഗം നീലിനോട് പറഞ്ഞു, നമുക്ക് ഓഫീസിലേക്ക് പോകാം. ആ രാത്രിയിൽ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിലേക്ക് സോന നീലിനെ വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവിടെ കോൺഫറൻസ് മുറിയിൽ അവരെ കാത്തിരിക്കുകയാണ് ബാക്കി ആളുകൾ. ഷെൻഹാരി ശരിക്കും ഭയന്ന് നിൽക്കുകയാണ്. അവിടെ കോൺഫറൻസ് മുറിയിൽ അടിയന്തര ബോർഡ് മീറ്റിംഗ് ആയതുകൊണ്ട് എല്ലാ ബോർഡ് മെമ്പേഴ്സിനെയും ഷെൻഹാരി വിളിച്ചിരിക്കുകയാണ്. സിയും ഒരാളുമാണ് ആബ്സെന്റ്. സിയ അവളുടെ ബർത്ത്ഡേ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് തിരക്കിലായതുകൊണ്ട് അവൾ വന്നിട്ടില്ല. പക്ഷെ വേറൊരാള് ആബ്സെന്റ് ആണ്. മിസ്റ്റർ മാത്യു ഷോർട്ടാണ് ആബ്സെന്റ് ആയിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഉണ്ട്. എല്ലാവരും നോക്കിയിട്ട് പ്രസിഡന്റ് ഷെൻഹാരി നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഒരു വിഷയം ഉണ്ടായി. എന്ത് വിഷയം? മിസ്റ്റർ ഗ്രീ, അങ്ങ് ഈ ബിൽഡിംഗ് സംരക്ഷിക്കാനായി ഏൽപ്പിച്ചിരുന്ന ആളുകളെല്ലാം കൊല്ലപ്പെട്ടു. അവർ കൊല്ലപ്പെട്ടോ? എങ്ങനെ? ലിങ്ഡൻ ആണ് അവിടെ ആ ബിൽഡിംഗ് സംരക്ഷിക്കാനായി 10 ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നത്. ആ 10 പേരും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോ പ്രസിഡന്റ് ഷെൻഹാരി നീലിനോട് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ഷെൻഹാരി നടന്ന കാര്യങ്ങൾ നീലിനോട് പറഞ്ഞു. ആ 10 ആളുകളെയും കൊന്ന അക്രമികൾ അവിടെയുള്ള രഹസ്യ ചേംബറിൽ നിന്ന് അവരുടെ ആ 2 പ്രോഡക്റ്റിന്റെയും ഫോർമുലകൾ അടങ്ങിയ ആ ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചിരിക്കുകയാണ്. അത് കേട്ടത് നീലി ചോദിച്ചു, ഏയ് ഹാരിയ, അതെങ്ങനെ നടക്കും? അവിടെ ആ ചേംബറിലേക്ക് കടക്കാൻ അധികം ആളുകൾക്ക് അവസരമില്ലല്ലോ. മിസ്റ്റർ ഗ്രീ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ കൂട്ടത്തിലെ മാത്യു നമ്മളെ ചതിക്കുകയായിരുന്നു. മാത്യു ഷോർട്ട് യഥാർത്ഥത്തിൽ നോർത്ത് നെയിം കോർപ്പറേഷൻ നിന്ന് അവിടേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ബോർഡ് ഓഫ് ഡയറക്ടറിലെ ഒരാൾ കൂടിയാണ്. അയാൾക്ക് ആ ഡോക്യുമെന്റ്സ് ഇരിക്കുന്ന ചേംബറിൽ പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. ആ അനുവാദം ഉപയോഗിച്ചുകൊണ്ട് ചേംബറിൽ കടന്ന അയാൾ അവിടെ സൂക്ഷിച്ചിരുന്ന ആ കമ്പനിയുടെ റിലീസ് ചെയ്യാൻ പോകുന്ന 2 പ്രോഡക്ട്സിന്റെയും ഫോർമുലകൾ അടങ്ങിയ ഫയല് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അയാള് ആ ഫയലുമായി പുറത്തു പോയത് ആ സെക്യൂരിറ്റി ഗാർഡുകളെ കൊന്ന ആളുകളുമായിട്ടാണ്. മാത്യു ഷോർട്ട് തങ്ങളെ ചതിച്ചു എന്നുള്ള വിവരം അറിഞ്ഞ നീല് ആ മുറി എണീറ്റു. നീല് ഷെൻഹാരിക്കൊപ്പം നടന്നെത്തിയത് ആ ചേംബറിന്റെ മുന്നിലാണ്. ആ ചേംബറിന്റെ മുന്നിൽ ഗാർഡുകൾ ഉണ്ടായിരുന്നു. ആ ഗാർഡുകളെ കൊന്നതിന് ശേഷമാണ് മാത്യു ഷോർട്ട് ആ ചേംബർ തുറന്ന് അകത്ത് കയറി ഡോക്യുമെന്റുകൾ കൈവശമാക്കിയത്. മാത്യു ഷോർട്ട് വിചാരിച്ചാൽ ഒരിക്കലും ആ ഗാർഡുകളെ കൊല്ലാൻ കഴിയില്ല. ലിങ്ഡന്റെ ആ ഗാർഡുകൾ അതിശക്തരാണ്. അവരെ കൊന്നവർ ഉറപ്പായും അവരെക്കാൾ വളരെ മുകളിൽ നിൽക്കുന്ന ആളുകളായിരിക്കണം. അത് മനസ്സിലാക്കിയ നീല് അവരെ പരിശോധിക്കുന്നിടയിൽ അവിടെ തറയുന്ന ഒരു ചെറിയ ബട്ടൺ നീലിന് കിട്ടി. അവിടെ നടന്ന ഫൈറ്റിനിടയിൽ ആ ബട്ടൺ എങ്ങനെയോ തെറിച്ചു വീണതാണ്. ആ ബട്ടൺ എടുത്ത നീല് അവിടെ വീണ് കിടക്കുന്ന ലിങ്ഡന്റെ ഗ്രൂപ്പിലെ ആളുകളെ ഷർട്ടിലേക്ക് നോക്കി. അവരുടെ ഷർട്ടിൽ കാണുന്ന ബട്ടൺ അല്ല തന്റെ കൈവശം ഇരിക്കുന്നത് മനസ്സിലാക്കിയതും നീല് ആ ബട്ടണിന്റെ ഫോട്ടോ ഉടൻ തന്നെ ഇങ്ങനെ അയച്ചു കൊടുത്തു. ആ ബട്ടനെ അനലൈസ് ചെയ്ത് വിവരങ്ങൾ തന്നെ എത്രയും വേഗം അറിയിക്കണമെന്ന് നീല് എങ്ങിനോട് ആവശ്യപ്പെട്ടു. ഏകദേശം ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എങ് നീലിനെ തിരിച്ചു വിളിച്ചു. ഡ്രാഗൺ സോളിന്റെ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് അതിവേഗം ഡേറ്റകൾ അനലൈസ് ചെയ്യാൻ എങ്ങിന് പറ്റും. എങ് നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഇത് പേൾ നേഷനിലെ പോൾസൺ ബൈയുടെ സംഘങ്ങളുടെ ഷർട്ടിൽ പിടിപ്പിച്ചിരിക്കുന്ന ബട്ടണാണ്. മാർഷൽ എംപറർ സൊസൈറ്റി എന്നാണ് ആ സംഘടനയുടെ പേര്. യഥാർത്ഥത്തിൽ പേൾ നേഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനക്കാരും ഈ സംഘടനയുടെ നേതാവായ പോൾസൺ ബൈയെ അനുസരിച്ച് മാത്രം ഭരണം നടത്തുന്നവരാണ്. പേൾ നേഷൻ നിയന്ത്രണം ഈ പേൾസൺ ബൈയുടെ കയ്യിലാണ്. അയാളുടെ സംഘടനയിൽ 10,000-ലധികം ആളുകളുണ്ട്. അത് കേട്ടതും നീല് എങ്ങനെ ചോദിച്ചു,
ആ സംഘടനയിലെ ആളുകൾ ഇവിടെ ഈ റിവർ സിറ്റിയിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തോ? മിസ്റ്റർ ഗ്രീ, അത് ഞാൻ ചെക്ക് ചെയ്തു. അവര് 2 ദിവസം മുമ്പ് റിവർ സിറ്റിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവര് ഗ്രാൻഡ് ഹോട്ടലിലെ 18ാം നിലയിലെ 4 നമ്പർ റൂമിലുണ്ട്. വളരെ വിശദമായ ഡേറ്റയാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യങ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഡ്രാഗൺ സോളിന്റെ കമാൻഡോ യൂണിറ്റിന്റെ ഹെഡാണ് യങ്. വിദേശ കമാൻഡോ ഓപ്പറേഷൻസിന് പലപ്പോഴും നേതൃത്വം കൊടുക്കുന്ന യങ് ആണ്. ആ യങ്ങിന് ഈ ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള അസാധാരണമായ ശേഷിയുണ്ട്. അതുപോലെ അതിനുള്ള സെറ്റപ്പും ഉണ്ട്. അതിവേഗതയിൽ വിവരങ്ങൾ കളക്ട് ചെയ്ത് നീലിനെ യങ് അറിയിച്ചപ്പോൾ നീലിന് അങ്ങനെയാണ് തോന്നിയത്. നീല് യങ്ങിനോട് താങ്ക്സ് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത നീല് ഷൻഹാരിയോട് പറഞ്ഞു, ഞാൻ 1 മണിക്കൂറിനകം മടങ്ങി വരാം, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. നീല് ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ ഹോട്ടലിലെ 18ാമത്തെ നിലയിലെ ആ റൂമിൽ സാക്ഷൽ മാത്യു ഷോട്ട് ഉണ്ട്. മാത്യു ഷോട്ട് ഇവിടെ ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിലെ ബോർഡ് ഓഫ് ഡയറക്ടറിൽ പ്രധാനിയാണ്. ആ ഡയറക്ടർ പക്ഷെ ആ മുറിയിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. അയാളുടെ തൊട്ടു മുന്നിൽ 2 കസേരകളുണ്ട്. ആ കസേരകളിൽ 2 ചെറുപ്പക്കാരങ്ങനെ ഇരിക്കുകയാണ്. ആ 2 ചെറുപ്പക്കാരും കൈകൾ വെച്ചിരിക്കുന്നത് 2 പെൺകുട്ടികളുടെ പുറത്താണ്. അതിസുന്ദരികളായ 4 സ്ത്രീകൾ അവിടെ ഉണ്ട്. ആ 4 സ്ത്രീകളുടെ പുറത്തും വസ്ത്രങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. നഗ്നരാക്കപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീകളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ആ 2 കക്ഷികളും. അവരുടെ തൊട്ടു മുന്നിലായി ആ മുറിയിൽ ഇരുഭാഗത്തുമായി 4 ആളുകൾ നിൽപ്പുണ്ട്. അവരെ കണ്ടാൽ തന്നെ അറിയാം അവര് മാർഷൽ ആർട്സ് മേഖലയിൽ പ്രാഗൽഭ്യം നേടിയവരാണ്. ആ 4 പേർക്ക് നടുവിലായിട്ടാണ് മാത്യു ഷോട്ട് മുട്ടുകുത്തി നിൽക്കുന്നത്. മാത്യു ഷോട്ട് മുന്നിരിക്കുന്ന ആളോട് സംസാരിക്കുകയാണ്. സാർ, എന്നെ എപ്പോഴാണ് സാർ പേൾനേഷനിലേക്ക് കൊണ്ടുപോകുന്നത്? അത് കേട്ടതും സ്ത്രീകൾ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ വലതു ഭാഗത്തിരിക്കുന്ന ആളോ ഒന്ന് ചിരിച്ചു. നിന്നെ പേൾനേഷനിൽ കൊണ്ടുപോകാനോ? എന്തിന് സാർ? ഞാൻ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ നിന്ന് ആ ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ട് വന്നില്ലേ. ഇനി എനിക്ക് ഇവിടെ പിടിച്ചേക്കാൻ പറ്റില്ല. ഇവിടെ നിന്നല്ല, ഈ ഹക്സിയെ തന്നെ പിടിച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ പേൾനേഷനിൽ കൊണ്ടുപോകണം സാർ. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. അങ്ങനെ മാത്യു ഷോട്ട് പറഞ്ഞപ്പോൾ ആ രണ്ടാമനും ഒന്ന് ചിരിച്ചു. കൊള്ളാം, പേൾനേഷനിൽ നിന്നെ കൊണ്ടുപോകാൻ. സാർ, നിങ്ങളാണ് എനിക്ക് വാക്ക് നൽകിയത് എന്നെ പേൾനേഷനിൽ കൊണ്ടുപോകാനും. മാത്യു, ഞാൻ വാക്ക് നൽകുന്ന സമയത്ത് നിന്നെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണ നീ ഒരു വലിയ സംഭവമാണെന്നാണ്. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് നീ വെറും യൂസ്ലെസ് ആണെന്ന്. സാർ, അങ്ങനെ പറയരുത് സാർ. ഞാനല്ലേ സാർ ആ ഡോക്യുമെന്റ്സ് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ നിന്ന് ഇവിടെ എത്തിച്ചത്. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ആ മേശപ്പുറത്തിരിക്കുന്ന ഡോക്യുമെന്റിലേക്ക് നോക്കി. അവിടെ മേശപ്പുറത്ത് അതീവ രഹസ്യ സ്വഭാവമുള്ള ആ ഡോക്യുമെന്റ് അടങ്ങിയ പെട്ടി ഇരിക്കുകയാണ്. സൂട്ട് കേസ് പോലത്തെ ഒരു പെട്ടിയാണ്. അവൻ ആ ഡോക്യുമെന്റ് ഇരിക്കുന്ന പെട്ടിയിലേക്ക് നോക്കി കണ്ടതും ആദ്യം സംസാരിച്ച ആള് മാത്യു ഷോട്ടിന്റെ പുറകെ നിൽക്കുന്ന ആളുകളെ നോക്കി. അവന് കാര്യം മനസ്സിലായിട്ടില്ല. അങ്ങനെ അയാൾ പറഞ്ഞതും ആ 4 മാർഷൽ ആർട്ടിസ്റ്റുകൾ 2 പേർ മാത്യു ഷോട്ടിന്റെ തൊട്ടടുത്തേക്ക് വന്നു. ശരിക്കും മാത്യുവിന്റെ തൊട്ട് പുറകെ തന്നെയാണ് അവർ നിൽക്കുന്നത്. അവർ മാത്യുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്നാണ് മാത്യുവിന്റെ തല പിടിച്ചൊരു ഒറ്റ ഇടിയിടിക്കുന്നത്. തികച്ചും അപ്രത്യക്ഷമായി കുനിഞ്ഞു നിൽക്കുകയായിരുന്ന മാത്യു ഷോട്ടിന്റെ തല പിടിച്ച് അവരൊരു ഇടിയിടിച്ചതും തല തറയിടിച്ച് പൊങ്ങിങ്ങ് വന്നു. അയാളുടെ നെറ്റിക്കുടി ചോര ഒലിച്ചു തുടങ്ങി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മാത്യു ആകെ വരണ്ടുപോയി. അവൻ ഒരു പരുവത്തിൽ ചാടി എണീറ്റു. വേണ്ട സാർ, ഞാൻ ആ ആവശ്യം ഉന്നയിക്കുന്നില്ല. പേൾനേഷനിലേക്ക് ഞാൻ വരുന്നില്ല സാർ. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോളാം. എനിക്ക് ഒരു സമ്മാനവും വേണ്ട സാർ, ഒരു സമ്മാനവും വേണ്ട. എന്തെങ്കിലും സമ്മാനം പേൾനേഷനിൽ നിന്ന് വന്ന ആ ആളുകളോട് ചോദിച്ചാൽ അവർ തന്നെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് ഇപ്പോൾ മാത്യു ഷോട്ടിനുണ്ട്. അവൻ ഒരുപാട് പണം മോഹിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ആ ഡോക്യുമെന്റുകൾ മോഷിച്ചതും അവർക്ക് കൊടുത്തത്. ഇപ്പോൾ ആ പണം കിട്ടില്ലെന്ന് മാത്രമല്ല, അവരോട് തർക്കിച്ചാൽ ജീവൻ പോലും പോകുമെന്നുള്ള ഒരു ഘട്ടം എത്തിയെന്ന് മനസ്സിലായതുകൊണ്ടാണ് മാത്യു ഷോട്ട് അവന്റെ സ്റ്റാൻഡ് മാറ്റി പിടിച്ചത്. അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാൻ പോയതും ആ 2 പേരിൽ ഒരാൾ ഉറക്കെ ചോദിച്ചു, നിന്നെ ഇവിടുന്ന് പോകാൻ ഞാൻ അനുവദിച്ചില്ലല്ലോ. ആ ചോദ്യം ഉയർന്നതും ആ ബാക്കിയുള്ള 4 പേര് മാത്യു ഷോട്ടിനെ പിന്നെയും പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് മാത്രമല്ല, അവനെ ഒരു മൂലയ്ക്ക് ചേർത്ത് നിർത്തി 2 ഇടിയിടിക്കുകയും ചെയ്തു. ശരിക്കും വലിയൊരു ഡയറക്ടറൊക്കെ ആയിട്ട് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ ഒരുപാട് ഭാവി ഉണ്ടായിരുന്ന ആ കക്ഷി, ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഈ ബോക്സിംഗ് റിംഗിൽ ഇടിച്ച് പഠിക്കും പോലെ 4-5 ഇടി പറവറ ഇടിക്കുകയാണ്. അവർ പക്ഷെ അവനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാണ് പതുക്കെ ഇടിക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോഴേക്കും ആ വാതില് ഒരു ശബ്ദത്തോടെ അങ്ങ് തുറക്കപ്പെട്ടു. പെട്ടെന്ന് വാതിലങ്ങ് തുറന്നതും ശബ്ദം കേട്ട് ആ മാത്യു ഷോട്ടിനെ ഇടിക്കുന്ന ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ അകത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. കടന്നു വരുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു സിഗരറ്റ് ഉണ്ട്. നടന്നു വന്ന ആള് ആ സിഗരറ്റ് വായിലേക്ക് വെച്ചു. അതിനുശേഷം
ലൈറ്റർ ഉപയോഗിച്ച് ആ സിഗരറ്റ് ഒന്ന് കൊളുത്തി. സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ ആദ്യം തിരിച്ചറിഞ്ഞത് സാക്ഷൽ മാത്യു ഷോർട്ടാണ്. മിസ്റ്റർ ഗ്രീ അങ്ങനെ വിളിച്ചുകൊണ്ട് മാത്യു ഷോർട്ട് അവനെ പിടിച്ചിരിക്കുന്ന ആ രണ്ടാളുകളെയും തട്ടിത്തെറിപ്പിച്ച് നേരെ നീലിനടുത്തേക്ക് ഓടിയെത്തി. നീലിനടുത്ത് ഓടിയെത്തിയ മാത്യു ഷോർട്ട് മുട്ടുകാലിൽ നിന്നുകൊണ്ട് നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ ക്ഷമിക്കണം, എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, ഇവരെന്നെ ചതിച്ചതാണ്. അങ്ങനെ മാത്യു ഷോർട്ട് പറഞ്ഞപ്പോ ആ സ്ത്രീകളുടെ പുറത്തുകൂടി കൈയിട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആ രണ്ട് ചെറുപ്പക്കാരിൽ മൂത്ത ആളെന്ന് തോന്നുന്ന ആള് നീലിനോടായി പറഞ്ഞു, ഓ നീയാണല്ലേ നീൽഗ്രി, കൊള്ളാം. അങ്ങനെ അയാൾ പറഞ്ഞപ്പോ നീലിന്റെ ശബ്ദം അയാൾ കേട്ടു. നിങ്ങളിൽ ആരാണ് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ വന്ന് എന്റെ ആളുകളെ കൊലപ്പെടുത്തിയത്? വളരെ കൂളായിട്ടാണ് നീൽ ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം നീൽ ചോദിച്ചപ്പോ നീലിന് തൊട്ടുമുന്നിൽ നിൽക്കുന്ന ആ മാർഷൽ ഗാർഡുകൾ നീലിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവരുടെ കൈകൾ തരിക്കുന്നുണ്ട്. അവരുടെ ആ ബോസിന്റെ ഓർഡർ കിട്ടിയാൽ ആ നിമിഷം ആ കൈത്തിരിപ്പ് അവർക്ക് നീലിന്റെ പുറത്ത് തീർക്കാം. അവര് അങ്ങനെ വിരൽ പിടിച്ച് നിൽക്കുന്ന കണ്ട ആ ചെറുപ്പക്കാരിൽ ഒരാൾ അവരോട് പറഞ്ഞു, അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവന് മുട്ടുകുത്തിക്ക്. കേൾക്കേണ്ട താമസം ആ രണ്ട് മാർഷൽ ആർട്ടിസ്റ്റുകളും ഒന്ന് മുന്നോട്ട് നീങ്ങി. ശരിക്കും മുന്നോട്ട് നീങ്ങിയ അവന്മാർ നീൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ നീലിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. രണ്ടുപേരും അതിവേഗതയിൽ രണ്ട് ഭാഗത്തുനിന്നായി നീലിനെ ആഞ്ഞ് ഇടിക്കുകയാണ്. ആ ഇടി നീലിന്റെ പുറത്ത് കൊള്ളുന്നതിന് തൊട്ടു മുമ്പ് നീല് ആ രണ്ട് കൈയൊന്ന് പിടിച്ചു. ശരിക്കും ആ രണ്ട് കൈയിൽ പിടിച്ച നീല് കൈകളൊന്ന് വിടർത്തി ഒന്ന് മുന്നോട്ട് കൂട്ടിയിടിച്ചതും ആ രണ്ട് മാർഷൽ ആർട്ടിസ്റ്റുകളും തലയിടിച്ച് താഴേക്കങ്ങ് വീണു. ഇത് സംഭവിക്കുന്നത് കണ്ണടച്ച് തുറക്കുന്നതിനിടയിലാണ്. ആ രണ്ട് മാർഷൽ ആർട്ടിസ്റ്റുകളും നീൽഗിരിയെ അതിശക്തമായി ഇടിക്കുന്നത് ആളുകൾ കണ്ട ആ നിമിഷത്തിൽ ആ കാഴ്ചയുടെ ബാക്കി പത്രമായിട്ട് ആ രണ്ടുപേര് താഴേക്ക് വീണപ്പോൾ നേരത്തെ മാത്യു ഷോർട്ടിനെ ഒരു മൂലയിലിട്ട് ഇടിച്ചുകൊണ്ടിരുന്ന ആ രണ്ട് മാർഷൽ ആർട്ടിസ്റ്റുകൾ മുന്നോട്ട് കുതിച്ചു. അവർ മുന്നോട്ട് കുതിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ മുന്നോട്ട് കുതിച്ച് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ രണ്ടുപേരുടെയും ശ്വാസം ഏതാണ്ട് നിലച്ചു പോവുകയാണ്. അവിടെ തൊട്ടു മുന്നിൽ ആ നീൽഗിരി നിൽക്കുകയാണ്. അവരുടെ തൊട്ടു മുന്നിലത്തെ നീല് രണ്ട് കൈയും വിടർത്തി ഒന്ന് അടുപ്പിച്ചതും ടപോന്ന് ശബ്ദത്തോടുകൂടി നീലിന്റെ കൈകൾ രണ്ടുപേരുടെയും കവിളിൽ ഇങ്ങനെ പതിയാണ്. ഒരാളുടെ വലത് കവിളിലും മറ്റേയാളുടെ ഇടത് കവിളിലും അതിശക്തമായി ആ അടി ഇങ്ങനെ പതിച്ചതും രണ്ടുപേരും കൂടെ കൂട്ടിയിടിച്ചു. നേരത്തെ നീല് ആ രണ്ട് തല കൂട്ടിയിടിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇതാ രണ്ട് കൈ കൊണ്ട് അടിച്ച് രണ്ടുപേരെയും കൂട്ടിയിടിപ്പിക്കുകയാണ്. ആ ഇടി ആ രണ്ടുപേരെയും താഴെ വീഴ്ത്തി. താഴെ വീണ 4 പേർക്കും ഒരു അനക്കവുമില്ല. ഈ കാഴ്ച കണ്ട അവിടെ നിൽക്കുന്ന ആ തുണിയില്ലാത്ത പെണ്ണുങ്ങൾ ഒരൊറ്റ ഓട്ടം. അവര് ആ ബാത്റൂം ലക്ഷ്യമാക്കിയ ഓടുന്നത്. അതേ സമയത്ത് ആ രണ്ടുപേരും എണീറ്റ് കഴിഞ്ഞു. അവന്മാർക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് അവര് കണ്ടത്. നീല് ഈ 4 പേരെയും മറികടന്ന് ഇതിനിടയിൽ അവന്മാരുടെ മുന്നിലെത്തി. പെട്ടെന്ന് ആ കാര്യങ്ങൾ നടക്കുന്നത്. ആ രണ്ടുപേരും അവരുടെ കസയിൽ നിന്ന് ചാടി എണീക്കുമ്പോഴേക്കും നീല് അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. നീല് അതിൽ ഇടം നിൽക്കുന്ന ആളോട് ചോദിച്ചു, ആരാ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിലെ ഗാർഡുകളെ കൊലപ്പെടുത്തിയത്? വലതുവശത്ത് നിൽക്കുന്ന ആളെ നോക്കിയാണ് നീൽ അത് ചോദിച്ചത്. പക്ഷെ അതിന് മറുപടി പറഞ്ഞത് ഇടതുവശത്ത് നിൽക്കുന്ന ആളാണ്. അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യം എന്താ? അവൻ ആ ചോദ്യം ഏതാണ്ട് പൂർത്തിയാക്കുന്നതിന് മുമ്പ് നീല് കൈയൊന്നും മുറുക്കിയിരുന്നു. അവൻ ആ ഡയലോഗ് പറഞ്ഞ് അവന്റെ കൂടെ നിൽക്കുന്ന ആളെ ഒന്ന് നോക്കുമ്പോഴേക്കും നീലിന്റെ വലത് മുഷ്ടി അവന്റെ കവിളിൽ പതിക്കുകയും ചെയ്തു. അവനൊരു മാർഷൽ ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അടിയും തടയിക്കാൻ അവന് വശമുണ്ട്. നീലിന് എതിരിടാനുള്ള കപ്പാസിറ്റി അവൻ ഉണ്ടെന്ന് അവൻ സ്വയം വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവന് അവന്റെ കണ്ണ് അനക്കാൻ കഴിയുമ്പോൾ അവന്റെ തല ചിതറിയെന്ന് പറയാം. നീലിന്റെ ഒറ്റ ഇടിക്ക് അവന്റെ വായും മൂക്കും അടങ്ങിയ ഭാഗം ശരിക്കും പുറകോട്ടങ്ങ് തള്ളി ചോര ചിതറിപ്പോവുകയാണ്. ഈ കാഴ്ച കണ്ട് ആ വലതു ഭാഗത്ത് നിൽക്കുന്ന ആള് ശരിക്കും നടുങ്ങി. അവന്റെ സന്തതി സഹചാരിയായ സുഹൃത്താണ് ഒറ്റ ഇടിക്ക് തല തകർന്ന് തെറിച്ച് പുറകിലുള്ള ആ ചുവരിലിടിച്ച് മുന്നോട്ടേക്ക് വീണിരിക്കുന്നത്. 4 ഗാർഡുകൾ അയാൾക്കുണ്ടായിരുന്നു. ആ 4 പേരും അവിടെ നിശ്ചലായി കിടക്കുകയാണ്. അവർക്ക് ജീവനുണ്ടോ എന്ന് പോലും തിരിച്ചറിയില്ല. നീല് അവശേഷിക്കുന്ന അയാളെ ഒന്ന് നോക്കി. ഇനി നീ പറ, ആരാണ് എന്റെ ആളുകളെ കൊലപ്പെടുത്തിയത്? ഈ 5 ആളുകളുമായി എതിരിട്ടപ്പോൾ നീൽ ഒരു കാര്യം മനസ്സിലാക്കി. ഈ 5 പേർക്കും ലിങ്കന്റെ ആളുകളെ കൊല്ലാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് 100% ഉറപ്പാണ്. നീലിന്റെ ചോദ്യത്തിന് മറുപടി പറയാനായി ആ വലതുവശത്തുള്ള ആള് വാ തുറക്കുമ്പോൾ നീലിന്റെ പുറകിൽ നിന്ന് ഒരു അലർച്ച കേൾക്കുകയാണ്. ഏയ് ആരാ നീ? ആ ചോദ്യം കേട്ടതും നീലിന്റെ മുന്നിൽ നിൽക്കുന്ന ആള് നീലിനോട് പറഞ്ഞു, നീലേ നീ തീർന്നടാ, ഇതാ മാസ്റ്റർ എത്തിക്കഴിഞ്ഞു, ഇനി നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. അങ്ങനെ അവൻ പറഞ്ഞതും നീല് കൈ ഉയർത്തി ഒരു എറ്റിയാടി.
ആ അടി ശരിക്കും കൊടുങ്കാറ്റിന്റെ വേഗതയില അവന്റെ തലയിൽ പതിക്കുന്നത്. അടിയേറ്റ് അവന്റെ തലയൊക്കെ ചിതറി. അവൻ മാസ്റ്റർ എന്ന് വിളിച്ച ആള് അങ്ങനെ നോക്കി നിൽക്കേ അവനിതാ തല തകർന്ന് കൊല്ലപ്പെടുകയാണ്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആ തലയുടെ ഉടമ കരുതിയിരുന്നില്ല എന്ന് അവന്റെ ആ തെറിച്ച കണ്ണുകൾ പറയുകയാണ്. അവൻ അന്തം വിട്ട് നീലിൽ നോക്കുമ്പോൾ നീൽ വളരെ സാവധാനം ഒന്ന് തിരിഞ്ഞു. പുറകിൽ നിൽക്കുന്ന ആ മനുഷ്യൻ കൈകൾ രണ്ടും പുറകിൽ കെട്ടി നീലിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാൾ അവിടെ വന്നതിന് ശേഷം ആ ചെറുപ്പക്കാരൻ ഒരു കൊല നടത്തുമെന്ന് അയാൾ തീരെ കരുതിയിരുന്നില്ല. നീല് ആ മാസ്റ്റർ എന്ന് വിളിക്കപ്പെട്ട ആളോട് ചോദിച്ചു, നീയാണോ എൻ്റെ ആളുകളെ കൊന്നതും? അത് കേട്ടപ്പോൾ അയാളൊന്ന് ചിരിച്ചു. അപ്പോ നിനക്ക് മനസ്സിലായല്ലേ നിന്റെ ആളുകളെ ഞാൻ എങ്ങനെയാണ് കൊന്നതെന്ന് അറിയാവോ? അവരെ ഞാൻ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച കൊന്നത്. അങ്ങനെ അയാൾ പറഞ്ഞതും അയാളുടെ കണ്ണൊന്നും മങ്ങിയതുപോലെ അയാൾക്ക് തോന്നി. നേരത്തെ നീൽ നിന്ന സ്ഥലത്ത് ഇപ്പൊ നീലില്ല. നീലിത അയാളുടെ തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. തൊട്ടു മുന്നിൽ നിൽക്കുന്ന നീലിനെ അയാൾ അന്തം വിട്ട് നോക്കുമ്പോഴേക്കും അയാളുടെ വലത് കൈ ഒരു ശബ്ദത്തോടെ പൊട്ടുന്നത് അയാൾ അറിഞ്ഞു. അയാളുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന നീല് അയാളുടെ വലത് കൈയിൽ പിടിച്ച് വലത് കൈ ഒന്ന് തിരിച്ചതിന്റെ ഫലമായിട്ടാണ് ആ ശബ്ദം ഉണ്ടായത്. ശരിക്കും നീല അയാളുടെ മുന്നിലേക്ക് പാഞ്ഞു വന്നതും വലത് കൈയിൽ പിടിച്ചതൊന്നും അയാൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് സത്യം. അയാളാകെ ഞെട്ടി നിൽക്കുമ്പോൾ ആ വലത് കൈ ടക് 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 ശബ്ദത്തോടി ഒടിയുകയാണ്. നീല് ആ കൈ വലത്തോട്ടും ഇടത്തോട്ടൊക്കെ തിരിക്കുമ്പോൾ വലതുവശത്തെ എല്ലുപൊട്ട് ഇടതുവശത്തെ എല്ലുപൊട്ടുകയാണ്. പൊട്ടിച്ചെറിയ എല്ലുകൾ ചതയക്കൂടിയൊക്കെ ഇങ്ങനെ തള്ളി പുറത്തേക്ക് നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ട് അവിടെ ആ മൂലയിൽ മാത്യു ഷോട്ടോ വാ പൊത്തിപ്പിടിക്കുകയാണ്. അവനറിയാം അവന്റെ ആ കമ്പനിയുടെ ഉടമയായ നീൽഗിരി വലിയൊരു സംഭവമാണ്. നീൽഗിരിയെ ഷെൻഹാരി വളരെ ഭയപ്പെടുന്നുണ്ടെന്നും ബഹുമാനിക്കുന്നുണ്ടെന്നും അവന് പലപ്പോഴും തോന്നിയിരുന്നു. എന്തുകൊണ്ട് ഷെൻഹാരി പോലെ ഒരാള് നീൽഗിരിയെ പോലുള്ള ഒരു ചെറിയ പയ്യൻസിനെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോ അവന് കിട്ടിയിരിക്കുകയാണ്. വലത് കൈ തകർന്നു പോയ ആ മാസ്റ്റർ അമ്പരപ്പോടെ നീലിനെ നോക്കുമ്പോൾ നീല് അയാളോട് വീണ്ടും ചോദിച്ചു, നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ആരാണ് എന്റെ ആളുകളെ കൊന്നത്? ഹേയ്, ഞാൻ അതിന് ഉത്തരം നൽകിക്കഴിഞ്ഞു. എന്റെ കൈകൊണ്ട് അവരൊക്കെ മരിച്ചത്. പിന്നെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പേൾ നേഷനിലെ മാർഷൽ എംപറർ സൊസൈറ്റിയിലെ പോൾസൺ ബൈയുടെ ശിഷ്യനാണ്. അവൻ ആ ഡയലോഗ് പറഞ്ഞതും നീലിന്റെ കാല് ഒന്ന് ഉയർന്നു താണതും ആ മാസ്റ്റർ എന്ന് വിളിക്കപ്പെട്ട ആള് മുട്ടിടിച്ച് താഴേക്ക് വീണു. നീല് ആ മാസ്റ്ററുടെ ഒരു കാല് ചവിട്ടി ഓടിച്ചപ്പോഴാണ് ആ മാസ്റ്റർ താഴേക്ക് വീണത്. ഇപ്പോ മാത്യു രണ്ട് കൈ കൊണ്ടും വാ പൊത്തി പിടിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും മാത്യു ഷോട്ടിന്റെ അടുത്തേക്ക് നീല് നടന്നെത്തുകയാണ്. അതിനിടയിൽ ആ മാസ്റ്റർ എന്ന് വിളിക്കുന്ന ആള് എങ്ങനെ അവസാനിച്ചു എന്നുള്ളത് കൃത്യമായിട്ടും മാത്യു ഷോട്ട് കണ്ടിട്ടുണ്ട്. മാത്യു ഷോട്ടിന്റെ അടുത്തേക്ക് വന്ന നീല് അവനൊന്ന് നോക്കി. നിനക്കുള്ള ശിക്ഷ അത് ഞാനല്ല നൽകുന്നത്. അങ്ങനെ പറഞ്ഞ നീല് ഉടനെ ലിങ്ടനെ വിളിച്ചു. ലിങ്ടനോട് കാര്യങ്ങൾ പറഞ്ഞ നീല് ലിങ്ടന്റെ ആളുകളെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ലിങ്ടനോട് സൂചിപ്പിച്ചു. ലിങ്ടന്റെ ആ സബോർഡിനൻസിനെ കൊലപ്പെടുത്താൻ സഹായിച്ചത് മാത്യു ഷോട്ടാണ്. ആ മാത്യു ഷോട്ടാണ് ഇപ്പോൾ ആ മുറിയിലുള്ളത്. നീല് മാത്യു ഷോട്ടിനെ ഒന്ന് നോക്കിയിട്ട് അവനെ ഒന്നും ചെയ്യാതെ മേശപ്പുറത്തിരുന്ന് ആ ഡോക്യുമെന്റിന്റെ ആ ബാഗ് എടുത്തു. ആ ബാഗ് കീഴെടുത്ത നീല് മാത്യു ഷോട്ടിനോട് ചോദിച്ചു, ഡോക്യുമെന്റ് എല്ലാം ഇതിലുണ്ടല്ലോ? എല്ലാം ഉണ്ട് മിസ്റ്റർ ഗ്രീ, എല്ലാം ഉണ്ട്. അങ്ങനെ അവൻ പറഞ്ഞെങ്കിലും നീല് ആ പെട്ടി തുറന്ന് ഡോക്യുമെന്റുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. നീല് ആ പെട്ടി തുറന്നു. അതിനകത്ത് ഡോക്യുമെന്റുകളുടെ അനവധി ഫയലുകളുണ്ട്. നീല ആ ഓരോ ഫയലായിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കുകയാണ്. അപ്പോ ആ മാത്യു നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഞാൻ ഇതിനകത്തുനിന്ന് ഒരു കാര്യം എടുത്തിട്ടില്ല, അവരെന്നെ ചതിച്ചതാണ്. മാത്യു ഷോട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ലിങ്ടന്റെ ആളുകൾ ചിലർ അവിടെ ആ ഹോട്ടലിലെ 18ാം നിലയിലെ ആ 4 നമ്പർ മുറിയിലെത്തി. നീല് അവർക്ക് മാത്യു ഷോട്ടിനെ ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങി ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ മടങ്ങി എത്തുമ്പോൾ കൃത്യം 1 മണിക്കൂറായിട്ട് അവിടെ കോൺഫറൻസ് റൂമിൽ ധൃതി പിടിച്ച് ചർച്ച നടക്കുകയാണ്. അവിടേക്ക് കടന്നു വന്ന നീല് ആ ഡോക്യുമെന്റുകൾ അടങ്ങിയ ആ സൂട്ട്കേസ് മേശപ്പുറത്തേക്ക് വെച്ചു. അത് കണ്ട ഷെൻഹാരി ഓടി വന്ന് ആ സൂട്ട്കേസ് എടുത്തു. ആ സൂട്ട്കേസ് അവിടെ ആ ഡയറക്ടേഴ്സിന്റെ മുന്നിൽ വെച്ച് തുറന്ന ഷെൻഹാരി അവരെ എല്ലാവരെയും ആ കാഴ്ച കാണിച്ചു. ഡോക്യുമെന്റ്സ് ഭദ്രമാണ്. പക്ഷെ ഇപ്പോ ഷെൻഹാരിയും അവിടെയുള്ള ആളുകളൊക്കെ സോര ഉൾപ്പെടെ അമ്പരപ്പോടെ നീലിനെ തന്നെ നോക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് നീൽ അവിടെ നിന്ന് പോയത്. ഇതാ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ഡോക്യുമെന്റുകളുമായി നീല് മടങ്ങി എത്തിയിരിക്കുകയാണ്. ആ ഡോക്യുമെന്റുകൾ അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ മാത്യു ഷോട്ടിന്റെ കയ്യിൽ നിന്ന് നീൽ എങ്ങനെയാണ് ആ ഡോക്യുമെന്റുകൾ തിരിച്ചു വാങ്ങിച്ചത്? ആ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. നീല് ഡോക്യുമെന്റ്സ് ഏൽപ്പിച്ച് ആ ബാക്കിയുള്ള ഡയറക്ടേഴ്സിനോടായി പറഞ്ഞു, നോക്ക്,
നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ പിരിഞ്ഞു പോകാം, അതിന് ഒരു തടസ്സവുമില്ല. പക്ഷെ ഇവിടെ തുടർന്നിട്ട് ഈ ശൈലിയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നെ നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഭീഷണിപ്പെടുത്തേണ്ട സമയം ഏതാണെന്ന് നീല് നന്നായിട്ട് അറിയാം. നല്ല തല്ല് കൊടുക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് നല്ല ഭീഷണി. നീല് പറഞ്ഞ ആ വാക്കുകൾ സ്വാഭാവികമായിട്ടും ആ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സിന് കൃത്യമായി മനസ്സിലായി. നീലും സോനയും കൂടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നീൽ ശരിക്കും സീരിയസ് ആയിരുന്നു. അത് മനസ്സിലാക്കിയ സോന നീലിനോട് പറഞ്ഞു, നീൽ വിട്ടേക്ക്, നമ്മൾ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിലെ കാര്യങ്ങൾ അവിടെ വിടണം, വീട്ടിലൊരിക്കലും അത് കൊണ്ടുവരാൻ പാടില്ല. തോംസൺ റെസിഡൻസിൽ എത്തിയിട്ടും നീൽ ഗൗരവത്തിലാണെന്ന് കണ്ടപ്പോഴാണ് സോന അങ്ങനെ പറഞ്ഞത്. എന്നിട്ടും നീൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടതും സോന നീലിനോട് പറഞ്ഞു, നീൽ ഈ വീട്ടുകാരിയാണ് ഈ പറയുന്നത്. സോനയുടെ ആ ഡയലോഗ് എന്തായാലും കൊണ്ടുവന്ന് പറയാം. നീൽ പെട്ടെന്ന് അറിയാതെ ചിരിച്ചു പോവുകയാണ്. അവന്റെ വീട്ടിൽ വീട്ടുകാരിയായി സോന മാറിയിരിക്കുകയാണ്. എന്തായാലും അവരുടെ ആ ചിരിക്ക് ഒരു റിസൾട്ട് ഉണ്ടായി. നേരം പുലരുമ്പോൾ നമ്മൾ കാണുമ്പോൾ നീലും സോനയും ഒരേ കിടക്കയിലുണ്ട്. രണ്ടുപേരുടെ ദേഹത്തും വസ്ത്രങ്ങളേ ഇല്ല. അവരുടെ ആദ്യ രാത്രി കഴിഞ്ഞൊന്ന് വ്യക്തമാണ്. സോനയുടെ മുഖത്ത് ഒരു വല്ലാത്ത നാണമുണ്ട്. നീല് നഗ്നിയായ സോനയെ നോക്കുമ്പോൾ സോന നീലിനോട് പറഞ്ഞു, നീൽ ഇന്ന് ഞാൻ ലീവ് എടുക്കുകയാണ്, ഇന്ന് എനിക്ക് ഇവിടുത്തെ പോകാൻ വയ്യ. എന്തായാലും സോന അത് പറഞ്ഞതോടുകൂടി അന്നത്തെ പകല് അവരുടെ പകലായി മാറുകയാണ്. തലേദിവസം രാത്രി തുടങ്ങിയ കലാപരിപാടികൾ അവര് പകലും തുടരുന്നു എന്നർത്ഥം. ഏതാണ്ട് ഉച്ചയായപ്പോ സോന നീലിനോട് പറഞ്ഞു, നീൽ നമ്മൾ ഇങ്ങനെ നിന്നാ മതിയോ, എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? സോന അത് ഓർമ്മിപ്പിച്ചപ്പോഴാണ് നീലും ശരിക്കും അക്കാര്യം ആലോചിക്കുന്നത്. അവര് രണ്ടുപേരും ലീവ് എടുത്ത് ആദ്യ രാത്രി ആദ്യ പകലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സോന ഓർമ്മിപ്പിച്ചപ്പോ കുറച്ച് ഗ്രോസറി ഐറ്റംസും അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാനായി നീല് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. നീല് ആ തോംസൺ റെസിഡൻസിന്റെ പുറത്തെത്തുമ്പോ നീലൊരു കോള് വന്നു. കോള് വിളിച്ചത് ആണ്. നീൽ അദ്ദേഹത്തിന് താങ്കളെ കാണണമെന്നോ? ഇപ്പൊ കാണാൻ പറ്റില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. അങ്ങനെ പറഞ്ഞ് നീല് ഫോൺ കട്ട് ചെയ്തു. നീല് ഫോൺ കട്ട് ചെയ്തിട്ട് മുന്നോട്ട് നടന്നതും അവിടെ ആ തോംസൺ റെസിഡൻസിയുടെ മുന്നിലായി ഒതുക്കിയിട്ടിരുന്ന കാറിൽ നിന്ന് സാക്ഷാൽ ലീ ഷിവാൻ പുറത്തേക്ക് ഇറങ്ങി. ലീ ഷിവാനെ കണ്ടതും നീൽ അവിടെ നിന്നു. ലീ ഷിവാൻ നീലിന്റെ അടുത്തേക്ക് വന്നതും നീല് ലീ ഷിവാനോട് ചോദിച്ചു, നിങ്ങള് ഈ വണ്ടി ഇരുന്നിട്ടാണോ എന്നെ ഫോൺ ചെയ്തത്? മിസ്റ്റർ ഗ്രീ, അതങ്ങനെയല്ല. എന്താ എന്നെ കാണാമെന്നതിന്റെ കാര്യം? മിസ്റ്റർ ഗ്രീ, നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. ഇപ്പൊ പറ്റത്തില്ല. മിസ്റ്റർ ഗ്രീ, നിങ്ങൾക്ക് ഈ ഗ്രോസറിയും വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുന്ന കേസല്ലേ ഉള്ളൂ. അത് വാങ്ങിച്ച് വീട്ടിലെത്തിക്കാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കാം. കുറച്ച് സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിക്കണം. അത് മിസ്റ്റർ ഗ്രീക്ക് കൂടി ഗുണമുള്ള കാര്യമാണ്. എനിക്ക് കൂടിയോ? അതെ മിസ്റ്റർ ഗ്രീ, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഒപ്പമുള്ള ആളുകൾക്കും ആവശ്യമുള്ള ഒരു കാര്യം പറയാനാ ഞാൻ വിളിക്കുന്നത്. ഞങ്ങളുടെ ഒപ്പം അല്പസമയം വന്നൂടെ? അങ്ങനെ ലീ ഷിവാൻ പറഞ്ഞതും നീല് സമ്മതിച്ചു. ലീ ഷിവാനും ഈ യങ്ങും നീലും ആ കാറിലേക്ക് തിരിച്ചു കയറി. അവർ മൂന്നുപേരും കാറിനകത്ത് കയറി കഴിഞ്ഞും കാർ മൂവ് ചെയ്ത് തുടങ്ങിയാണ്. ആ കാർ ഏകദേശം ഒരു 15 മിനിറ്റ് ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു എയർപോർട്ടിലാണ് എത്തിയത്. ഒരു പ്രൈവറ്റ് എയർപോർട്ട് എന്ന് പറയാൻ കഴിയുന്ന സ്ഥലം, പക്ഷെ അത് ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള സ്ഥലവുമാണ്. ആ എയർപോർട്ടിൽ ഒരു ജെറ്റ് വിമാനത്തിന് അടുത്താണ് ആ കാർ വന്ന് നിന്നത്. അത് കണ്ട നീൽ ചോദിച്ചു, നമ്മളെന്തിനാ ഈ എയർപോർട്ടിലേക്ക് വന്നത്? നീൽ, നമുക്കിവിടെ അടുത്തൊരു സ്ഥലത്താണ് പോകേണ്ടത്. ഈ പ്ലെയിനിൽ പോയാൽ പെട്ടെന്ന് എത്താം. എന്തായാലും ഇറങ്ങി തിരിച്ചു. അതുകൊണ്ട് കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ നീല് അവർക്കൊപ്പം ആ വിമാനത്തിലേക്ക് കയറി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വിമാനം ലാൻഡ് ചെയ്തു. അവിടെ നിന്നൊരു വാഹനത്തിൽ അവരൊരു സ്ഥലത്തെത്തി. ആ സ്ഥലത്തേക്ക് ആ വാഹനം കടക്കുമ്പോൾ തന്നെ നീല് ആ സ്ഥലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി. അതൊരു ആർമി ക്യാമ്പാണ്. വളരെ വിശാലമായ ഒരു ആർമി ക്യാമ്പിന്റെ ഭാഗമായ ഒരു പ്രത്യേക ഏരിയയിലേക്കാണ് ഇപ്പോൾ നീല് കടക്കുന്നത്. ആ ഏരിയയിലേക്ക് കടന്നപ്പോൾ തന്നെ നീലിന് സ്ഥലം മനസ്സിലായി. അത് ഡ്രാഗൺ സോളിന്റെ പ്ലേസ് ആണ്. അവിടെ എംബ്ലം വ്യക്തമായി അവിടെ കാണാം. നീലുമായി തന്റെ മുറിയിലെത്തിയ ലീ ഷിവാൻ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, നിങ്ങളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന അവരെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയാണ്. അവരെ ശരിയാക്കി എടുക്കാനാണ്. അതെ മിസ്റ്റർ ഗ്രീ, താങ്കള് ഈ ഡ്രാഗൺ സോളിന്റെ ചീഫ് ഇൻസ്ട്രക്ടർ ആകണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതൊന്നും ശരിയാവില്ല. ഒരു സ്ഥലത്തും തളയ്ക്കപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമേ അല്ല. എനിക്ക് എന്റേതായ ലക്ഷ്യങ്ങളും എന്റേതായ ടാർഗറ്റുകളുമുണ്ട്. അതൊന്നും ബലി കൊടുത്തുകൊണ്ട് വേറെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല. മിസ്റ്റർ ഗ്രീ, താങ്കൾക്ക് സൗകര്യമുള്ള സമയത്ത് ഇവരെ പഠിപ്പിച്ചാൽ മതി. പക്ഷെ അതിന് പകരമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ വേറൊരു രീതിയിൽ സഹായിക്കാൻ പറ്റും. നോക്കൂ മിസ്റ്റർ ഷിവാൻ, നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. മിസ്റ്റർ ഗ്രീ, എനിക്കറിയാം നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമില്ല. പക്ഷേ മിസ്റ്റർ ഗ്രീ, നിങ്ങളുടെ കൂടെയുള്ള സോനയ്ക്കോ സിയയ്ക്കോ സഹായം വേണമെങ്കിലോ? ഷിവാൻ അത് പറഞ്ഞതും കസരിന്ന് എണീക്കാൻ പോയ നീല് അവിടെ ഇരുന്നു.
നീലിനെ നോക്കി ഷിവാൻ പറഞ്ഞു, മിസ് ഗ്രീ, സോനയും അതുപോലെ സിയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളാണെന്ന് ഞങ്ങൾക്കറിയാം. അവർക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കാനും അവരുടെ ബോഡി ഗാർഡുകളായി ഡ്രാഗൺ സോളിലെ ആളുകളെ നിയമിക്കാനും ഞങ്ങൾക്ക് പറ്റും. നീലിനെ അവരെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. പകരം ഞങ്ങൾ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. മിസ് ഗ്രീ, താങ്കളുടെ അറിവ് കുറച്ച് ഞങ്ങളുടെ ഈ യോദ്ധാക്കളുമായി ഒന്ന് പങ്കുവച്ചാൽ ഈ ഹക്സിയയ്ക്ക് പിന്നെ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. ഹക്സിയുടെ സേനയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഈ കമാൻഡോ ടീമിന്റെ ഭാഗമായിരിക്കുന്നത്. ശരിക്കും അവര് സൂപ്പർ ഫോഴ്സ് ആണ്. ആ സൂപ്പർ ഫോഴ്സ് എല്ലാത്തരം ആയുധങ്ങളും ഉപയോഗിക്കാൻ മിടുക്കരുമാണ്. പക്ഷേ ഈ മാർഷൽ ആർട്സ് മേഖലയിൽ ഇപ്പോ എതിരാളികൾ ബഹുദൂരം മുന്നേറുമ്പോൾ ഡ്രാഗൺ സോളിന്റെ ആളുകൾ പലപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് എത്തുന്നില്ല. അത് കുറെ നാളുകളായി ഈ ഷിവാനി ടീമിനെയും അലട്ടുന്ന കാര്യമാണ്. അവർക്കറിയാവുന്ന രീതിയിലുള്ള മാർഷൽ ആർട്സ് ടെക്നിക്കൊക്കെ അവരെ കൊണ്ടും അല്ലാതെ വേറെ എക്സ്പെർട്ടുകളെ കൊണ്ടും ഇവരെ പരിശീലിപ്പിച്ചെങ്കിലും വേണ്ടത്ര വളർച്ച അവർ നേടുന്നില്ല. ഇപ്പൊ അവിടെ ഒരു 20 അംഗ ടീമുണ്ട്. ആ 20 പേരിലും ഏതാണ്ട് പകുതിയുള്ള ആളുകൾ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിൽ എത്തിയവരുമാണ്. ചിലരൊക്കെ അതിശക്തരുമാണ്. പക്ഷെ എന്നാലും കുറെ കൂടി അവരെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നൊരു തോന്നൽ ഷിവാനുണ്ട്. നീലിന്റെ പ്രകടനം കണ്ടപ്പോഴാണ് തങ്ങളുടെ ഈ ഡ്രാഗൺ സോൾ ആളുകൾ എത്രത്തോളം പിന്നോക്കമാണെന്നുള്ള കാര്യം ശരിക്കും ഷിവാൻ അറിയുന്നത്. ഷിവാന് നീലിന്റെ ആ പ്രകടനം ഈ ആളുകൾ കണ്ടാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം. അതുകൊണ്ടാണ് അയാൾ ഈ വളഞ്ഞ് നീലിനെ പിടിക്കുന്നത്. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും നീല് ഷിവാനോട് പറഞ്ഞു, ഓക്കെ, സോനയും സിയും എപ്പോഴും നിങ്ങളുടെ സംരക്ഷണയിൽ ഉണ്ടെങ്കിൽ നിങ്ങളോട് സഹകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എപ്പോഴും വന്ന് പരിശീലിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ചിലപ്പോൾ ഞാൻ വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ, ചിലപ്പോൾ 6 മാസത്തിലൊരിക്കലാവും, ചിലപ്പോൾ 3 മാസത്തിലൊരിക്കലാവും. അതെന്റെ മൂഡ് പോലെ ഇരിക്കും. അത് കേട്ടപ്പോ ഷിവാന്റെ മുഖവും മങ്ങി. അത് കണ്ട നീല് അയാളോട് പറഞ്ഞു, ഹേയ്, എന്ന് കരുതി ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ വർഷത്തിൽ ഒരു തവണയെ വരുന്നുള്ളെങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ശക്തി ഞാൻ വർദ്ധിപ്പിച്ച് നൽകിയിരിക്കും. അത് കേട്ടതും ഷിവാന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം വരികയാണ്. ശരിക്കും ഷിവാന് എന്ത് പറയണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ശക്തി ആ ഡ്രാഗൺ സോൾ മെമ്പേഴ്സിന് വർദ്ധിപ്പിച്ച് കിട്ടിയാൽ തന്നെ വലിയ കാര്യമെന്ന് കരുതുമ്പോഴാണ് 10 ടൈംസ് ആയിട്ട് ശക്തി വർദ്ധിപ്പിക്കാന്നൊക്കെ നീല് ഓഫർ ചെയ്യുന്നത്. നീല് പറയുന്ന കാര്യം നടക്കുമെന്ന് എന്തൊരു വിശ്വാസം ഇപ്പോൾ ഷിവാനുണ്ട്. ഷിവാൻ നീലോട് ചോദിച്ചു, മിസ് ഗ്രീ, അപ്പോ എന്നാ നമ്മൾ തുടങ്ങേണ്ടതും? ഇപ്പൊ തുടങ്ങാം, സമയം അപ്പോ ഏകദേശം ഉച്ചയായിട്ടുള്ളൂ. നീല് അങ്ങനെ പറഞ്ഞുകൊണ്ട് എണീറ്റതും നീലിനൊപ്പം കൂടിയ ഷിവാൻ നടന്ന് ആ ഡ്രാഗൺ സോളിലെ 20 അംഗ ടീം പരിശീലിക്കുന്ന ഭാഗത്തേക്ക് എത്തി. മേജർ ജനറൽ ഷിവാൻ അങ്ങോട്ടേക്ക് കടന്നു വന്നതും അവിടെ ഉണ്ടായിരുന്ന ആ ഡ്രാഗൺ സോളിലെ സോൾജേഴ്സ് ഒക്കെ ഷിവാനെ സല്യൂട്ട് അടിച്ച് സ്വീകരിക്കുകയാണ്. അവരോടായി ഷിവാൻ ആ കാര്യം പറഞ്ഞു, നിങ്ങളെ പരിശീലിപ്പിക്കാനായി ഞങ്ങള് ഒരു ചീഫ് ഇൻസ്ട്രക്ടറെ റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ്. മിസ്റ്റർ നീൽഗിരി ആയിരിക്കും ഇനി മുതൽ നിങ്ങളുടെ ചീഫ് ഇൻസ്ട്രക്ടർ. അങ്ങനെ ഷിവാൻ പറഞ്ഞതും ആ 20 പേരും നീലിനൊന്ന് നോക്കി. ഒരു സാധാരണ ഷർട്ടും പാൻസും ഇട്ട ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരൻ. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാൾക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലെന്ന്. പക്ഷെ ഈ തിയറി അറിയാനുള്ള സാധ്യതയുണ്ട്. ഈ മെലിഞ്ഞിരിക്കുന്ന ആളുകൾ കാണാതെ കാര്യങ്ങളൊക്കെ പഠിച്ച് ആളെ പഠിപ്പിക്കുന്ന ആളുകളാണല്ലോ. അങ്ങനെ തിയറിയുമായിട്ട് തങ്ങളടുത്ത് വന്നിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ സസൂക്ഷ്മം നോക്കിയ ആ ഡ്രാഗൺ സോളിലെ 20 പേരും ഒരുമിച്ച് ഷിവാനോട് പറഞ്ഞു, മേജർ, ക്ഷമിക്കണം, ഇത് അംഗീകരിക്കാനാവില്ല. ഇതുപോലെ ഒരാളെ കൊണ്ട് ഞങ്ങളെ പരിശീലിപ്പിക്കാൻ അങ്ങ് തീരുമാനിച്ചത് ഒരിക്കലും ശരിയായ കാര്യമല്ല. അതിന് ശിവൻ മറുപടി പറയാൻ പോയതും നീല് കൈയൊന്നുയർത്തി. അതിനുശേഷം നീല് അവർക്ക് നേരെ നടന്നു. നിങ്ങള് എന്താ പറയുന്നത്? ഏയ് ചെറുപ്പക്കാര, നീ ആരാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് ഡ്രാഗൺ സോളിലെ സൂപ്പർ യോദ്ധാക്കളാണ്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യവും പഠിപ്പിച്ചു തരാൻ നിനക്ക് കഴിയില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അത് മാത്രമല്ല, ഞങ്ങളിൽ ഒരാളെയും 1 മിനിറ്റ് നേരിടാനുള്ള കപ്പാസിറ്റിയും നിനക്കില്ല. അങ്ങനെയുള്ള നീ ഞങ്ങളെ ഇൻസ്ട്രക്ടറായി വരുന്നത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നല്ല പൊക്കമുള്ള ഒരാളാണ് ആ ഡയലോഗ് പറഞ്ഞത്. അത് കേട്ടപ്പോ നീല് ആ 20 പേരെ ഒന്ന് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ശരി, നിങ്ങളെ പരിശീലിപ്പിക്കാൻ ഞാൻ യോഗ്യനാണെന്ന് എങ്ങനെയാ തെളിയിക്കേണ്ടത്? നിങ്ങളുമായി ഫൈറ്റ് ചെയ്താണോ തെളിയിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഫൈറ്റ് ചെയ്യാം. അതിന് ഒരു പൊട്ടിച്ചിരിയായിരുന്നു മറുപടി. സകലരും ചിരിച്ചു പോവുകയാണ്. ഹേയ് ചെറുപ്പക്കാരാ, ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ എല്ലാവരും ശരിക്കും യോദ്ധാക്കളാണ്. ഞങ്ങളുടെ ഒരു ചെറിയ പഞ്ച് താങ്ങാനുള്ള കരുത്ത് പോലും നിനക്കില്ല. ആ സ്ഥിതിക്ക് നീ സമയം കളയാതെ സ്ഥലം വിട്. അതിന് മറുപടിയായി നീൽ അവരോട് പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യും. നിങ്ങളുമായി ഞാൻ ഫൈറ്റ് ചെയ്യും. ഫൈറ്റിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാലോ. നീലിന്റെ ചോദ്യം ഒരിക്കൽ കൂടി അവരെ ചിരിപ്പിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളിൽ അങ്ങനെ വീക്കായിട്ടുള്ള ആരുമില്ല. ഞങ്ങളിൽ ഒരാളെ പോലും തോൽപ്പിക്കാൻ നിനക്ക് ആവില്ല.
ഞങ്ങൾ ഒരാളെ ചലഞ്ച് ചെയ്യാന്ന് നീ പറയുന്നത് ശരിക്കും ആലോചിച്ച് തന്നെയാണോ? അതിന് മറുപടിയായി നീല് പറഞ്ഞു, ഹേയ്, ഞാൻ നിങ്ങളിൽ ഒരാളെ ചലഞ്ച് ചെയ്യാം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ 20 പേരെയും ഒരുമിച്ച് ഞാൻ നേരിടാം എന്നാ പറഞ്ഞത്. നിങ്ങൾ ഒരുമിച്ച് എന്നെ അറ്റാക്ക് ചെയ്യും. നിങ്ങൾ 20 പേരെയും ഞാൻ തോൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഗുരുവായി അംഗീകരിക്കാമല്ലോ. നീലിന്റെ ആ ചോദ്യം അവർക്ക് അങ്ങ് കൊണ്ടു. അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിടുന്നതിനെ കുറിച്ചല്ല നീല് പറയുന്നത്, അവർ ഒന്നിച്ച് നേരിടുന്നതിനെ കുറിച്ചാണ്. ശരിക്കും ആ പറച്ചിലിനകത്ത് ഒരു കളിയാക്കലുണ്ട്. നീല് ഒറ്റയ്ക്ക് ആ 20 പേരെയും തോൽപ്പിക്കുമെന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു വല്ലാത്ത അപമാനമാണ്. അത് കേട്ടു നിൽക്കാനുള്ള കരുത്തില്ലാതെ ഒരാള് മുന്നോട്ട് കുതിച്ചു. അവൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ഗാർഡാണെന്ന് വ്യക്തമാണ്. അവന്റെ ആ ഓട്ടം കാണുമ്പോൾ തന്നെ അറിയാം ആ ഡ്രാഗൺ സോളിന്റെ പരിശീലന രീതി. അതിവേഗം മുന്നോട്ട് കുതിച്ചു വരുന്ന അവൻ നീലിൽ നിന്ന് ഏകദേശം ഒരു 6-7 അടി പുറകിലെത്തിക്കാണ്. ആ സമയത്ത് അവൻ ആകാശത്തേക്ക് ഒന്ന് കുതിച്ചുയർന്ന അവന്റെ വലത് കാലാണ് നീലിന് നേരെ ചൂണ്ടിരിക്കുന്നത്. ശരിക്കും അവൻ ചാടി നീലിനെ ചവിട്ടുകയാണ്. ആകാശത്തിലൂടെ നീലിന്റെ അടുത്തേക്ക് അവൻ ഇങ്ങനെ ഒഴുകി വരുമ്പോ നീലും അവനും തമ്മിലുള്ള അകലം ഏകദേശം ഒരു 3 അടി ആയതും അവൻ അവന്റെ ആ ഇടുപ്പ് ഒന്ന് ചലിപ്പിച്ചു. തൽഫലമായി അവന്റെ എൻറ്റയർ ഊർജവും അവന്റെ കാലിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ആ ചവിട്ട് നീലിന്റെ പുറത്ത് വീണാൽ പിന്നെ അടുത്ത 1 കൊല്ലത്തേക്ക് നീലിനെ വീഴ്ചയേറി പ്രതീക്ഷിച്ചാൽ മതി. ആ കാര്യം ഡ്രാഗൺ സോളിലെ അവന്റെ സഹപ്രവർത്തകർ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു പുഞ്ചിരി അവരുടെയൊക്കെ മുഖത്ത് നിൽക്കുമ്പോഴാണ് നീല് കാലൊന്ന് ഉയർത്തിയത്. തനിക്ക് നേരെ പാഞ്ഞു വന്ന കാല് ലക്ഷ്യമാക്കിക്കൊണ്ട് നീല് ഒന്ന് ചരിഞ്ഞ് വലത് കാല് കൊണ്ട് ഒരൊറ്റ കിക്ക്. ശരിക്കും ആ 2 കാലും സ്പർശിച്ച നിമിഷത്തിൽ നീല് കറങ്ങിയപ്പോൾ ഉണ്ടായ പൊടിയും കാറ്റും ഒന്ന് അടങ്ങുമ്പോൾ ആളുകൾ ആ കാഴ്ച കണ്ടു. നീലിനെ ചാടി ചവിട്ടിയ ആ ഡ്രാഗൺ സോളിലെ ആ യോദ്ധാവ് ഏകദേശം ഒരു 10 മീറ്റർ പുറകിൽ തറയിൽ വീണ് കിടക്കുകയാണ്. അവന്റെ വലത് കാല് ചലിപ്പിക്കാൻ പറ്റാതെ തറയിൽ കിടക്കുകയാണ്. അവൻ ഉറക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര ശക്തിയാണ്. ഇതുവരെ അവൻ നീ എന്നൊക്കെ സംബോധന ചെയ്തിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഇതാ നീലിനെ സംബോധന ചെയ്യുന്ന വാക്ക് ഒന്ന് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭയങ്കര ശക്തിയാണ്. ആ വാചകത്തിൽ വന്ന മാറ്റം ശ്രദ്ധിക്കാതെ 4 ഡ്രാഗൺ സോൾ മെമ്പേഴ്സ് നീലിന് നേരെ കുതിച്ചു. അവരിൽ ഒരാളെ നീല് ഇടിച്ചു തെറിപ്പിച്ചത് അവർക്ക് ഇഷ്ടമായില്ല എന്ന് അവരുടെ കുതിപ്പ് വിളിച്ചു പറയുകയാണ്. അവർ മുന്നോട്ട് കുതിച്ചു വരുമ്പോ നീല് 2 കൈകളും പുറകിൽ കിട്ടിയ നിൽക്കുകയാണ്. അവരും നീലും തമ്മിലുള്ള അകലം ഏകദേശം ഒരു 2 മീറ്റർ ആയതും നീലും ഒന്ന് ചലിച്ചു. അടുത്ത ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഡ്രാഗൺ സോളിന്റെ ആ 4 മാർഷൽ ആർട്ടിസ്റ്റുകളും തറയിൽ വീണ് കിടക്കുകയാണ്. ആ 4 പേരും വീണ ആ നിമിഷത്തന്നെ ബാക്കിയുള്ള ആളുകൾ ഒന്നിച്ച് നീലിനങ്ങ് വളഞ്ഞു. അവർ ഒന്നിച്ച് നീലിനങ്ങ് വളയുമ്പോൾ ലീ ഷിവാന്റെ മുഖത്ത് ഒരു വല്ലാത്ത വിഷമമുണ്ട്. അത് നീലിനെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം കൊണ്ടുണ്ടായ വിഷമമല്ല. അയാളുടെ പേടി അയാൾക്ക് പുതിയ ഡ്രാഗൺ സോൾ ടീമിനെ ഉണ്ടാക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. നീല് കൈവയ്ക്കുന്ന ആളുകൾ സാധാരണഗതിയിൽ കൊല്ലപ്പെടുകയാണ് പതിവ്. ഇല്ലെങ്കിൽ 1-2 വർഷമെങ്കിലും അവർക്ക് ബെഡി കിടക്കേണ്ടി വരും. നീലിനെ ഫോളോ ചെയ്ത് തുടങ്ങിയ നിമിഷം മുതൽ ലീ ഷിവാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം അതാണ്. ഇതിനിടയിൽ നീലിനെ വളഞ്ഞ ആ 12-അംഗ സംഘത്തിലേക്ക് നീലങ്ങ് പടർന്നു കയറി. കൃത്യം 2 മിനിറ്റ്. അത് കഴിഞ്ഞപ്പോൾ അവിടെ അവശേഷിക്കുന്നത് നീല് മാത്രമാണ്. ഡ്രാഗൺ സോളിലെ ആ 20 ആളുകൾ തറയിൽ വീണ് കിടക്കുകയാണ്. നീല് ആ 20 പേരെ ഒന്ന് നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ഇപ്പോ എന്ത് പറയുന്നു? ആ 20 പേരും ഒരുമിച്ച് മറുപടി പറഞ്ഞു, ചീഫ് ഇൻസ്പെക്ടർ, ഞങ്ങൾ റെഡി. എന്തായാലും ആ വാചകം അവരെല്ലാവരും ഒന്നിച്ചെങ്ങനെ പറഞ്ഞതും നീല് അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ശക്തരാണ്, പക്ഷെ കുറച്ച് പാളിച്ചകൾ നിങ്ങൾക്കുണ്ട്. നമുക്ക് ആ പാളിച്ചകൾ ഇന്ന് തന്നെ തീർക്കണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ച് ബലക്കുറവുണ്ട്, അതിന് ചില സപ്ലിമെന്റ്സ് കൂടി വേണം, അത് ഞാൻ സംഘടിപ്പിച്ചു തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീല് അവരെ പഠിപ്പിച്ചു തുടങ്ങി. ശരിക്കും അടുത്ത 2 മണിക്കൂർ നീല് അവരെ പഠിപ്പിക്കുന്ന രംഗം മാറി നിന്ന് വീക്ഷിക്കുന്ന ലീ ഷിവാനും ഈ എങ്ങും അന്തം വിട്ടു പോവുകയാണ്. എത്രയോ കാലങ്ങളായി ആ ഡ്രാഗൺ സോളിലെ 20 പേരും പരിശീലിപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ ഈ 2 മണിക്കൂർ കൊണ്ട് ആ 20 പേരിൽ ഉണ്ടായിരിക്കുന്ന മാറ്റത്തിനെ ഒരു വാക്കുകൊണ്ടും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ആ 20 പേർക്കും അസാധാരണമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നീല് ശരിക്കും ആ 20 പേരെയും ഇൻഡിവിജ്വലായിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ആളിനെയും പാളിച്ച് മനസ്സിലാക്കി ആ പാളിച്ച് തിരുത്തി അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കടത്തിവിടുകയാണ്. ശരിക്കും ആ 20 പേരും ഹക്സിയൻ ആർമിയിലെ മിടുക്കന്മാരാണ്. അവരെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയാണ് സെലക്ട് ചെയ്തതിനു ശേഷം അവർക്ക് കഠിനമായ ഒത്തിരി പരിശീലനം ഡ്രാഗൺ സോൾ മാനേജ്മെന്റ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സൂപ്പർ കമാൻഡോസ് ആണ് 20 പേരും. അതുകൊണ്ട് തന്നെ ആ 20 സൂപ്പർ കമാൻഡോസിനും നീലിന്റെ ഈ പഠന രീതി പെട്ടെന്ന് അങ്ങോട്ട് ഹൃദയസ്ഥമാക്കാൻ പറ്റി. ഏകദേശം
4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ 20 പേരും വല്ലാത്ത സന്തോഷത്തിലാണ്. നീല് അവരുടെ യാത്ര പറയുമ്പോൾ അവർക്ക് ചില ടിപ്സ് ഒക്കെ കൊടുത്തിരുന്നു. ഇനിയൊരു അവസരത്തിൽ കാണാമെന്ന് പറഞ്ഞ് പിരിയുമ്പോൾ ആ 20 പേരും ജീവിതത്തിൽ ആദ്യമായി ശരിക്കും ഒരു ഇൻസ്ട്രക്ടറെ നേരിൽ കാണുകയാണ്. ആ 20 പേർക്കും വ്യത്യസ്തമായ പാളിച്ചലുണ്ടായിരുന്നു. ആ പാളിച്ചൽ ഓരോന്നും ഐഡന്റിഫൈ ചെയ്ത് അതിനെ നീല് തിരുത്തിയ ആ നിമിഷം ലീ ഷുവാനും ഈ യങ്ങും ഒരിക്കലും മറക്കത്തില്ല. അവരെത്രയോ കാലമായി ഈ ഡ്രാഗൺസ് ഉള്ള ആ 20 പേരുമായി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ലീ ഷുവാൻ ശരിക്കും ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. അയാള് അവർക്കൊപ്പം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അയാൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയായിരുന്ന ഫോൾട്ടുകളാണ് നീല് നിമിഷം നേരം കൊണ്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അധ്യാപകനാകാനുള്ള എല്ലാ യോഗ്യതകളും നീലിന് ഉണ്ടെന്ന് വ്യക്തമാകുന്ന ശൈലിയിലുള്ള ലെസൺസ് ആണ് നീല് ആ വിദ്യാർത്ഥികൾക്ക് കൊടുത്തത്. എന്തായാലും നീലിനെ അവിടെ നിന്ന് വീണ്ടും വാഹനത്തിലും ഫ്ലൈറ്റിലുമായി അവിടെ റിവർ സിറ്റിയിൽ മടക്കി എത്തിക്കുമ്പോൾ നീലിന് 2 ടോക്കണുകൾ ലീ ഷുവാൻ കൊടുത്തു. ഒരു ടോക്കണിൽ അടിച്ചിരിക്കുന്നത് നീൽഗ്രി ചീഫ് ഇൻസ്ട്രക്ടർ ഡ്രാഗൺ സോൾ, രണ്ടാമത്തിൽ അടിച്ചിരിക്കുന്നത് നീൽഗ്രി ജനറൽ ഓഫ് ഹക്സിയ ആർമി എന്നാണ്. ഹക്സിയൻ സർക്കാരിന്റെ ആർമിയുടെ ജനറലായി ഇതാ നീലിനെ നിയമിച്ചിരിക്കുന്നു എന്നാണ് ആ ടോക്കൺ പറയുന്നത്. ആ 2 ടോക്കണും നീലിന് അത്ര ഗുണമല്ലെങ്കിലും ചില സ്ഥലത്ത് ആ ടോക്കണുകൾ ഉപയോഗപ്പെടുമെന്ന് അത് കയ്യിൽ വാങ്ങിയ നിമിഷത്തിലേ നീലിന് അറിയാം. ചില എൻട്രികൾക്ക് അത് സഹായകരമാണ്. നീല് ശിവാനോട് യാത്ര പറഞ്ഞ് തോംസൺ റെസിഡൻസിലെത്തി. അവിടെ എത്തി നീല് ബെല്ലടിച്ചു. നീലിന്റെ കയ്യിൽ വേറെ കീ ഉണ്ടെങ്കിലും അകത്ത് ഉള്ള സോന വന്ന് വാതിൽ തുറക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നീല് ബെല്ലടിച്ചത്. ബെല്ലടിച്ചതും വാതിൽ തുറന്നു. വാതിൽ തുറന്ന ആളെ കണ്ട നീല് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അത് സാക്ഷാൽ സിയ റൂട്ടാണ്. സിയ, നീ എങ്ങനെ ഇതിനകത്ത്? എന്താ നീൽ ഇതുപോലൊരു വസതി വാങ്ങി വെച്ചിട്ട് ഞങ്ങളെ ആ ചെറിയ അപ്പാർട്ട്മെന്റ്സിൽ താമസിപ്പിച്ചത് നിന്റെ ഒരു സൂത്രമല്ലേ? എനിക്ക് മനസ്സിലാവും നിന്റെ സൂത്രം. ഞങ്ങളെ പോലുള്ള 2 സുന്ദരി പെമ്പിള്ളരെ അടുത്ത് കാണാൻ വേണ്ടിയല്ലടാ നീ ആ ചെറിയ വീട്ടിനകത്ത് ഞങ്ങളെ താമസിപ്പിച്ചത്. 2 ചെറിയ മുറിയും ഒരു ചെറിയ ഹാളും ഒരു ചെറിയ അടുക്കളയും പിന്നെ ഒരു ചെറിയ ബാത്റൂം, ഇത്രയായിരുന്നു അവിടെ ആ സോനയുടെ അപ്പാർട്ട്മെന്റിനകത്തുള്ളത്. ആ ചെറിയ സ്ഥലത്ത് നീൽ അവരെ താമസിപ്പിച്ചത് ദുരുദ്ദേശം കൊണ്ടാണെന്നാണ് സിയ പറയാതെ പറയുന്നത്. അത് കേട്ടപ്പോ നീൽ ചിരിച്ചു. ഹേയ് സിയ, അങ്ങനെയൊന്നുമല്ല. പിന്നെ ഇവിടേക്ക് നിങ്ങളേക്ക് വിളിക്കാനായിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു അർത്ഥം. എന്നാലും സിയ വന്ന നിമിഷം മുതൽ ആ അപ്പാർട്ട്മെന്റ് മുഴുവൻ പരിശോധിക്കായിരുന്നു. ആ അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ റിവർ സിറ്റിയുടെ സൗന്ദര്യം സിയും ഒരുപാട് ആകർഷിച്ചു. അവൾക്ക് ശരിക്കും ഇപ്പൊ നീലൊരു വല്ലാത്ത കടങ്കഥയായി മാറുകയാണ്. നീല് ഒരുപാട് കാര്യങ്ങളാണ് അവൾ ഇന്ന് ഒളിച്ചു വെക്കുന്നതെന്ന് അവൾക്കറിയാം. സോനെ പോലെ അല്ല സിയ. സിയ മാഗ്നിഫിഷൻ ഗ്രൂപ്പിനെ ശുദ്ധ ശൂന്യത്തിൽ നിന്ന് ബിൽഡ് ചെയ്തതാണ്. അവൾക്ക് യഥാർത്ഥത്തിൽ റൂട്ട് കുടുംബത്തിന്റെ പശ്ചാത്തലവും സഹായമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവള് സ്വന്തം പ്രയത്നത്താൽ തന്നെയാണ് മാഗ്നിഫിഷൻ ഗ്രൂപ്പ് കെട്ടിപ്പടുത്തത്. അതുകൊണ്ട് തന്നെ നീലിനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അവള് നീലിന്റെ എല്ലാ വെയർബോട്ട്സും തിരക്കിയെടുത്തിരുന്നു. അന്ന് ആ നദിയിൽ വീണ നീല് 8 കൊല്ലങ്ങൾക്ക് ശേഷം റിവർ സിറ്റിയിൽ മടങ്ങിയെത്തിയ ആ ദിവസം മുതൽ നീല് ഈ റിവർ സിറ്റിയിൽ കാണിച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ 1ഉം 2ഉം അല്ല, ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നീല് ഈ റിവർ സിറ്റിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്നത്. അതൊക്കെ അനലൈസ് ചെയ്ത സിയയ്ക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ശരിക്കും കഴിഞ്ഞ 8 വർഷം എന്താണ് നീൽ ഉണ്ടാക്കിയ മാറ്റം? നേരത്തെ സോന ചോദിച്ചതും ആ ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായി നീൽ അവർ 2 പേരോടായി പറഞ്ഞു. ശരിക്കും അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ അന്ന് ആ നദിയിൽ വീണപ്പോൾ എന്നെ ഒരാള് രക്ഷിച്ചിരുന്നു. ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹം എന്നെ കൊണ്ടുപോയത് കുല്ലൻ മൗണ്ടനിലേക്കാണ്. കുല്ലൻ മൗണ്ടനിലേക്കോ? അതെ, കുല്ലൻ മൗണ്ടനിലേക്ക്. എന്നിട്ട് അദ്ദേഹം അവിടെ എന്നെ വളർത്തി, എന്നെ പഠിപ്പിച്ചു, എന്നെ ഈ നിലയിൽ എത്തിച്ചു. ഏയ് നീൽ, ശരിക്കും ഈ കുല്ലൻ മൗണ്ടൻ നമ്മുടെ ഈ നാട് പോലെ തന്നെയാണോ? ആണെന്നും അല്ലെന്നും പറയാം. മനുഷ്യരും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലും അവിടെ വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ടോ? അത് കേട്ടതും സോന നീലിനോട് ചോദിച്ചു, നീൽ ഞങ്ങളെ കൂടി അവിടെ കൊണ്ടുപോകും? ആ ചോദ്യം സോന ചോദിക്കുമ്പോൾ നീല് അവൻ കടന്നുപോയ ആ 8 വർഷങ്ങൾ അറിയാതെ ആലോചിച്ചു പോവുകയാണ്. ശരിക്കും ജീവൻ മരണ ഓട്ടമായിരുന്നു ആ 8 വർഷങ്ങളിലെ നീലിന്റെ ജീവിതം എന്ന് പറയുന്നത്. ശക്തരല്ലാത്ത ഒരാൾക്കും കുല്ലൻ മലനിരകളിൽ പിടിച്ചിരിക്കാനാവില്ല. അവിടെ ശക്തി അത് മാത്രമേ നിലനിൽക്കൂ. ശക്തൻ അശക്തനെ നിഷ്പ്രയാസം ഒഴിവാക്കി കളയും. കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത ഒരു സമൂഹം. ആ സമൂഹത്തിനിടയിലൂടെ ഈ 8 കൊല്ലം മുന്നോട്ട് പോകാൻ നീലിന് പറ്റിയതുകൊണ്ടാണ് ഇപ്പോൾ നീലിന് ആളുകളെ കൊല്ലാൻ ഒരു ഭയവുമില്ലാത്തത്. നീല് തന്റെ ലൈഫിനെ കുറിച്ച് അവരോട് അങ്ങനെ സംസാരിക്കുമ്പോൾ
റിവർ സിറ്റിയിൽ തന്നെയുള്ള മറ്റൊരു ബിൽഡിങ്ങിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിന് നേതൃത്വം വഹിക്കുന്നത് സാക്ഷാൽ ചാങ് ആവുയാണ്. ഈ ജിയാങ്നൻ പ്രൊവിൻസിനകത്തെ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് ചാങ് ആവോ. അയാളെ ഹക്സിയിലെ ഈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലിസ്റ്റിൽ 189ാമത്തെ റാങ്കുകാരനാണ്. നീല് തോൽപ്പിച്ച് കൊന്ന യുവാൻ ജിങ്ഫു 400ാമത്തെ റാങ്കുകാരനാണ്. അയാളെക്കാൾ വളരെ വളരെ മുകളിൽ നിൽക്കുന്ന കക്ഷിയാണ് ചാങ് ആവോ. ചാങ് ആവോ സ്ഥലത്തില്ലാതിരുന്ന സമയത്താണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ചാങ് ആവോ അയാളുടെ ചുറ്റുമിരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. ഓക്കെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുകയാണ്. അവിടെ ആ ഫിൻ ബെനാലിയും നീൽ ഗ്രീൻ തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കുന്ന സമയത്ത് യുവൻ ജിങ്ഫു അവിടെ റഫറി ആയിട്ടുണ്ടായിരുന്നു. യുവൻ ജിങ്ഫുവിനെ പോലെ ഒരാള് അവിടെ ഉണ്ടായിരിക്കുമ്പോഴാണ് ഫിൻ ബെനാലി കൊല്ലപ്പെട്ടത്. ബെനാലി മാത്രമല്ല, ആ ജിയങ് യുനാലിയും കൊല്ലപ്പെട്ടു. അവർ രണ്ടുപേരെയും നീൽഗിരിയാണ് കൊന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് ഒരു ഫൈറ്റ് ആകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷെ അതിനുശേഷം ആ മാർഷൽ ആർട്സ് പ്ലാറ്റ്ഫോം തകർന്നു എന്നുള്ള വാർത്ത എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് യുവാൻ ജിങ്ഫുവിന്റെ മരണവും. അതേപോലെ അവിടെ ആരുടെയും ശ്രദ്ധയപ്പെടാതെ നമ്മുടെ അസോസിയേഷനിൽ നിന്ന് ഒരാളെ അവിടെ ഡിപ്ലോയ് ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് അവനെ നമ്മൾ അവിടെ ഡിപ്ലോയ് ചെയ്തത്. അവനും കൊല്ലപ്പെട്ടു. അവിടെ ഈ കാര്യങ്ങൾ ആരാ ചെയ്തത്? ഈ കാര്യങ്ങളുമായി ആ നീൽഗിരിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവന് വേറെ എന്തെങ്കിലും ബാക്ക് സപ്പോർട്ട് ഉണ്ടോ? എന്തായാലും അവൻ വിചാരിച്ചാൽ 400ാമത് റാങ്കിൽ നിൽക്കുന്ന യുവൻ ജിങ്ഫുവിനെ കൊലപ്പെടുത്താൻ പറ്റില്ല. അത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ആ പ്ലാറ്റ്ഫോമിന്റെ കാര്യം. അതൊക്കെ ആരാ ചെയ്തത്? എന്താ സംഭവിച്ചത്? ആ വിവരങ്ങൾ എനിക്കറിയണം. ചാങ് ആവോ അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഒരാള് അയാൾ അറിഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റ് ചാങ് ആവോ, ഞാൻ ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച ആളാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ആ മാർഷൽ ആർട്സ് ഫൈറ്റ് കാണാൻ പോയ എല്ലാ ആളുകൾക്കും ജിയങ് യുനാലിയുടെയും ഫിൻ ബാഗിന്റെയും മരണത്തെക്കുറിച്ച് വ്യക്തമായി അറിയാം. പക്ഷെ അതിനുശേഷമുള്ള ആ 3 കാര്യങ്ങൾ, പ്ലാറ്റ്ഫോം തകർന്നത്, യുവൻ ജിങ്ഫു കൊല്ലപ്പെട്ടത്, അതുപോലെ നമ്മുടെ പ്രതിനിധി കൊല്ലപ്പെട്ടത്, ഇത് 3ഉം അവരാരും ഓർത്തെടുക്കത്തില്ല. അവരെല്ലാവരും പറയുന്നത് യുവൻ ജിങ്ഫു പൊട്ടിത്തെറിച്ചു എന്നാണ്. അങ്ങനെ ഒരാള് പൊട്ടിത്തെറിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തുമില്ല. അങ്ങനെ അയാൾ പറഞ്ഞതും ചാങ് ആവോ പറഞ്ഞു, അതെ ഞാനും ആ കഥ കേട്ടിരുന്നു. യുവൻ ജിങ്ഫു അവിടെ ആ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പൊട്ടിത്തെറിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കും വിശ്വാസം വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കിതൊന്ന് അന്വേഷിക്കാം. അങ്ങനെ പറഞ്ഞ ചാങ് ആവോ 3 ആളുകളെ അതിനുവേണ്ടി സെലക്ട് ചെയ്യുകയും ചെയ്തു. അതിശക്തരായ 3 മാർഷൽ ആർട്ടിസ്റ്റുകളെയാണ് ചാങ് ആവോ സെലക്ട് ചെയ്തത്. അവരെല്ലാവരും കൊല്ലപ്പെട്ട ജിങ്ഫുവിനേക്കാൾ ശക്തരാണ്. ആ 3 പേരോടുമായി ചാങ് ആവോ പറഞ്ഞു, നിങ്ങൾ ആ പ്ലാറ്റ്ഫോം പരിശോധിക്കണം. ശരിക്കും എന്താണ് ആ പ്ലാറ്റ്ഫോമിൽ സംഭവിച്ചതെന്ന് കൃത്യമായി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി ജിങ്ഫുവിന്റെ മരണമാണ് അന്വേഷിക്കേണ്ടത്. അതുപോലെ നമ്മുടെ ആ പ്രതിനിധിയുടെ ആരാ അവരെ കൊന്നത്, ആ കൊന്ന ആളുകളെ കുറിച്ച് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ നീൽഗിരിയെ അന്വേഷിക്കണം. അവനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ പറ്റുമോ നോക്കണം. അവൻ ഒന്നും പറയുന്നില്ലെങ്കിൽ അവനെ ഇവിടെ എത്തിക്കണം. എനിക്ക് അവനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീൽഗിരിയെ ജീവനോടെ പിടിച്ചുകൊണ്ട് വരാനുള്ള ഒരു ഉത്തരവാണ് സ്വാഭാവികമായിട്ടും ചാങ് ആവോ അയാളുടെ സബോർഡിനേറ്റ്സിൽ കൊടുക്കുന്നത്. അയാൾ സെലക്ട് ചെയ്ത 3 സബോർഡിനേറ്റ്സും ഈ യുവൻ ജിങ്ഫുവിനേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ട റാങ്കുകളുള്ളവരാണ്. ഈ സംഭവവികാസങ്ങൾ നീൽ യഥാർത്ഥത്തിൽ അറിയുന്നതേ ഇല്ല. പിറ്റേന്ന് നേരം പുലർന്നു. ഈ 3 അംഗ സേന അവിടെ ആ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ ഫൈറ്റ് നടന്ന സ്ഥലത്തെത്തി. ആ വെന്യൂവിലേക്ക് കയറിയ ആ 3 പേരും ആ വെന്യൂവിന്റെ അവസ്ഥ കണ്ട് ആകെ നടുങ്ങിപ്പോയിരിക്കുകയാണ്. വളരെയേറെ ബലം കൊടുത്താണ് സാധാരണഗതിയിൽ ഈ ഫൈറ്റിന് വേണ്ട ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുക. അതിശക്തരുടെ പോരാട്ടമാണല്ലോ അവിടെ നടക്കുക. അതിനുവേണ്ട ഉറപ്പ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കും. ആ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. എങ്ങനെയാ പ്ലാറ്റ്ഫോം തകർന്നത്? അവര് അതറിയാൻ വേണ്ടി ആ പ്ലാറ്റ്ഫോമിന്റെ തകർന്ന സ്ഥലവും തകരാതെ നിൽക്കുന്ന സ്ഥലവും എല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ആ പ്രദേശം മുഴുവൻ അവർ അരിച്ചു പറക്കി നോക്കുകയാണ്. അത് മൊത്തം നോക്കിയിട്ടും അവർക്ക് ഒരു ധാരണ കിട്ടുന്നില്ല. ആ 3 പേരും അവരവരുടെ കണ്ടെത്തലുകൾ പരസ്പരം അവതരിപ്പിക്കുകയാണ്. ഈ ഭാഗത്ത് മാത്രം ഒരു കേടുമില്ല, ബാക്കി എൻ്റെ പ്ലാറ്റ്ഫോമും തകർന്നിരിക്കുകയാണ്. ഒരു വലിയ ബോംബ് വീണതുപോലെയുണ്ട്. ഈ സ്റ്റേജിന് ചുറ്റുമായിട്ട് 1000-ലധികം ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾക്ക് ആർക്കും തന്നെ ഈ പ്ലാറ്റ്ഫോം തകർന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയുമില്ല. അതാ എന്നെ അതിശയിപ്പിക്കുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞതും രണ്ടാമൻ ആദ്യത്തെ ആളോട് പറഞ്ഞു, മാസ്റ്റർ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ അന്വേഷണം ആ
നീലിലേക്ക് തിരിക്കണമെന്നാണ്. അവൻ എന്തായാലും കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവും. കാരണം അവരും ആ സമയത്ത് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നല്ലോ. ജിങ്ഫു പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ജിങ്ഫുവിനെ വളരെ അടുത്തുനിന്ന് കണ്ടിരിക്കുന്നത് നീൽ ഗ്രി മാത്രമാണ്. അവനപ്പോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമായിരിക്കും. അതുപോലെ ആ പ്ലാറ്റ്ഫോം തകർന്ന സമയത്ത് അവനും പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. നീലിനെ ചോദ്യം ചെയ്താൽ വിശദമായ വിവരം കിട്ടും. അങ്ങനെ ആ രണ്ടാമത്തെ ആള് പറഞ്ഞതും മൂന്നാമത്തെ ആളും ആ അഭിപ്രായത്തോട് യോജിച്ചു. ശരിയാണ്, നമുക്ക് അവനെ കണ്ടുപിടിക്കും. കഥയുടെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ദ യങ് മാസ്റ്റർ എന്ന കഥ നിങ്ങളോട് പറഞ്ഞത് സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.